Good morning. Good morning, ma'am. Good morning, miss. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Okay, we can start. And a prayer. Ma'am. Yeah. Thank O you, Lord God, of the for word this of knowledge, please bless our teachers. Please bless us too. Every piece of knowledge is not small. Make all knowledge easy for us. Remove all the thorns from our path. Let the grass of knowledge sprout on our path. Oh God, we bless you. Please accept all our prayers. Thank you. Okay, Jana, please. You can also read. Thank you, ma'am. Thank you, God, for this new day. In my school to work and pray, please be with me all day long. In every story, game, and song, may all the happy things we do make you others happy too. Thank you, God. Okay, fine. So, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? മറ്റേ മാം ലെറ്റേഴ്സും നമ്പേഴ്സും ചെയ്തു. പിന്നെ ഷൂലേസും ഫ്രെയിം വർക്കുകൾ ഒരു 2-3 കൂടി കംപ്ലീറ്റ് ആക്കാണ്ട് കാണിച്ചോട്ടെ. Okay, please. ഇപ്പൊ വരാട്ടെ, ഇപ്പറേ ഒന്നെടുക്കട്ടെ, അപ്പുറത്തെ ഷെയറിന്റെ എടുത്താ. ഓക്കെ, ഞാൻ അപ്പോഴേക്കും നമ്മളുടെ ചാറ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാം. മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ ഈ സാൻഡ് പേപ്പർ വ്യത്യസ്ത തരത്തിലുള്ള ഇത് കീറി 4 ചെയ്യുന്നതായിരുന്നു. ഓക്കെ, ചെയ്തോ? 2 ചെയ്തു. രണ്ട് നമ്പർ കുഴപ്പമില്ല. ടീച്ചർ അത് ഒന്നും കൂടി പറയോ? ഒരു പേപ്പറിനെ 4 മടക്കിയിട്ട് 4 അങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ അത് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ടീച്ചറെ. ഞാനും അത് ശരിയാ. കട്ട് ചെയ്യുന്ന രീതി യൂട്യൂബിൽ വീഡിയോസിലൊക്കെ നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല അത്. ആണോ? അത് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. നല്ലതായിട്ട് ഇംപ്രഷൻ വരുന്ന രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡിലൂടെ കട്ട് ചെയ്യുവാണെങ്കിൽ ചിലപ്പോ പെട്ടെന്ന് കട്ട് ആവുമായിരിക്കും. അല്ലാതെ പിന്നെ പേപ്പർ നൈഫ് വെച്ചിട്ട് സ്കെയില് വെച്ചിട്ട് ആ ഫോൾഡിന്റെ അവിടെ സ്കെയില് നേരെ വെച്ചിട്ട് പേപ്പർ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ വളഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ ABCD ലെറ്റേഴ്സ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് ഫിക്സ് ചെയ്യണോ, പേസ്റ്റ് ചെയ്യണോ? അയ്യോ, അതല്ലല്ലോ പറഞ്ഞത്. സാൻഡ് പേപ്പർ കാണിക്കൂ. ദീപ് കാണിക്കുമ്പോ ആരാ കാണിക്കുന്നത്? ദീപി അഫ്നയോ? പ്ലീസ്. അഫ്നയുടെ ക്യാമറ തിരിഞ്ഞൊക്കെ ഇരിക്കുവാണല്ലോ. യെസ്, അത് സാൻഡ് പേപ്പേഴ്സ്. ഓക്കെ, ഇത് വലിയ സൈസ് ആയിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെ വീണ്ടും ഹാഫ് ആക്കാൻ തോന്നുന്നു അല്ലേ? മ്യൂട്ടാണ്. മ്യൂട്ട്. A4 ഷീറ്റിന്റെ സൈസ് ആയിരുന്നു, അത് 4 ആക്കിയതാണ്. ആണല്ലേ? ഇച്ചിരി വലുതാണോ അഫ്ന? കണ്ടിട്ട് ഇച്ചിരി വലുപ്പം തോന്നുന്നു. ഒന്ന് മടക്കിക്ക്. ഈക്വൽ ആയിട്ട് ഫോൾഡ് ചെയ്തേ. മനസ്സിലായി? ഈക്വൽ ആയിട്ട് ആ പീസ് ഒന്ന് ഫോൾഡ് ചെയ്തേ. കാർഡ്ബോർഡിലോട്ട് മടക്കാൻ പറ്റില്ല. ഓക്കെ. എന്നാ കുഴപ്പമില്ല. എനിക്കത് കണ്ടപ്പോഴേ വലിയ പീസ് പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അഫ്ന മനസ്സിലായി. അഫ്ന കട്ട് ചെയ്യാൻ എന്ത് മെത്തേഡാ യൂസ് ചെയ്തേ? ലക്ഷ്മിക്ക് എന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ പേപ്പർ നൈഫ് വെച്ചല്ലേ കട്ട് ചെയ്തത്? അത് സ്കെയില് വെച്ച് ഇങ്ങനെ അങ്ങനെ കട്ട് ചെയ്തോ? സ്കെയിൽ വെച്ച് വരയ്ക്കും ഇത്. എന്നിട്ട് അതിലൂടെ കട്ട് ചെയ്തു. സ്കെയിൽ ഇങ്ങനെ വെച്ചോ ആ വരയില്? ഇതിപ്പോ ഇത് മുറിച്ചായിട്ട് ഒരു പഴയത് ബാക്കി വന്നതാ. ഇതിങ്ങനെ വെച്ചിട്ട് സ്കെയിൽ അതിന്റെ പുറകെ ഇത് തിരിച്ചു വെച്ചു. എന്നിട്ട് അതിനകത്ത് സ്കെയിൽ വെച്ചിട്ട് ഇത് വെച്ച് ഇങ്ങനെ വരയൂ ഇത്. അതാണ് മെത്തേഡ്. അല്ലെങ്കിൽ പേപ്പർ കളഞ്ഞു പോകും. പിന്നെ ആൽഫബറ്റ്സ് ചെയ്യുമ്പോ ആൽഫബറ്റ്സ് അത് നമ്മൾ ശരിക്കും ആൽഫബറ്റ്സ് വരച്ചിട്ട്, അല്ലെങ്കിൽ എന്താ ചെയ്യാ? എങ്ങനെയാ ആൽഫബറ്റ്സ് ചെയ്തത്? ആരൊക്കെയുണ്ട്? ഞാൻ അതിന്റെ ബാക്കില് ആൽഫബറ്റിക് അതില്
എഴുതി എന്ന് വെച്ചാൽ കറക്റ്റ് ഒരു 8 സെന്റിമീറ്റർ ഒക്കെ വെച്ച് വലുതാക്കിയിട്ട് അത് അങ്ങനെ വരച്ചിട്ട് അതിലൂടെ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ആൽഫബറ്റ്സ്. പക്ഷെ അപ്പൊ അങ്ങനെയാകുമ്പോൾ മിറർ ഇമേജ് വന്നോ? മിറർ ഇമേജ് വരും, പക്ഷെ അത് നമ്മള് തിരിച്ച് വരയ്ക്കണം. അപ്പൊ 6 അതുപോലെ അതൊക്കെ തിരിച്ച് അങ്ങനെ വരും. അപ്പൊ നമ്മൾ തിരിച്ച് വരയ്ക്കുക അതുപോലെ. അതെനിക്ക് 1-2 നമ്മൾ പറ്റിയായിരുന്നു, പിന്നെ വീണ്ടും തിരിച്ച് അങ്ങനെ ചെയ്തു. കൺട്രോൾ ഓഫ് എറർ അല്ലേ? അവരുടെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തു. വെട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ അത് എനിക്ക് ബാക്കിയുള്ള ഞാൻ അങ്ങനെ തിരിച്ച് ചെയ്ത്. ലക്ഷ്മിക്ക് മനസ്സിലായോ? മനസ്സിലായി മാഡം, നോക്കട്ടെ, നോക്കിട്ട് പറയാനേ. ഓക്കെ, ദീപ എത്തിയില്ലല്ലോ. എനിവേ ഞാൻ നമ്മുടെ വന്നോ? ഓക്കെ പറഞ്ഞു കാണിച്ചു. ഇത് മറ്റേ ആൽഫബറ്റ് എ അങ്ങനെ ഇസഡ് വരെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രമാണോ കാണാൻ പറ്റാത്ത? ഇപ്പൊ കാണാം. കാണാമോ? കാണാം. ഒട്ടും കാണാൻ പറ്റുന്നില്ല. ഇസഡ് വരെ അത് അങ്ങനെ ചെയ്ത്, പിന്നെ നമ്പേഴ്സ് 1 2 അങ്ങനെ 9 0 വരെ, അത് ലാസ്റ്റ് 9 വരെ. അങ്ങനെ ചെയ്തു. 10 ഒരുമിച്ച് ചെയ്യാം, അല്ലെങ്കിൽ 1ഉം 0ഉം കൂടെ പ്ലേസ് ചെയ്ത് 10 കാണിക്കാം കുട്ടികളെ. 2 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ അങ്ങനെ ചെയ്യാം. ഞാൻ 1ഉം 0ഉം കൂടി ആയിട്ടാ ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തത് ഇത് മറ്റേ ഫ്രെയിം എന്താ? വുഡാണോ? ഫ്രെയിം ഞാൻ ആശാരി ചേട്ടന്മാരുടെ അടുത്ത് പോയിട്ട് അവരോട് മുറിച്ച് തന്നു അവര്. എന്നിട്ട് ഞാൻ അവരോട് തന്നെ ചോദിച്ചു എന്ത് വെച്ച ഒട്ടിക്ക. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ എന്തോ ഒരു ഗ്ലൂവിന്റെയാ പറഞ്ഞു. അവര് തന്നെ എനിക്ക് ആ കടയിൽ നിന്ന് തന്നെ ആ ചേട്ടന്മാര് തന്നു. 150 രൂപയാ അതിന്റെ ആ ഗ്ലൂവിന്. കുഴപ്പമില്ല, നന്നായിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ ചെയ്തു. അത് 6 ഫ്രെയിം ഇനി 2 കൂടി ചെയ്യാനുണ്ട്. ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാനുള്ളതും കൂടി ഉള്ളു. ഇത് മറ്റേ നമ്മുടെ ഈ പാവാടയില് സ്കേർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ മനസ്സിലായി. അത് പിന്നെ ഇത് മറ്റേ ബാഗിന്റെ ബെൽ ഇത് ഇങ്ങനെ ഇടാൻ പാകത്തിനുള്ളത്. ബക്കിള് പോലത്തെ. ഒരെണ്ണേ കിട്ടിയുള്ളൂ. ഞാൻ കടയിൽ ചോദിച്ചപ്പോ എനിക്ക് കിട്ടില്ല. അപ്പൊ കൊച്ചിന്റെ ബാഗിൽ നിന്ന് ഒരെണ്ണം മുറിച്ചെടുത്തു. കൊച്ചിനോട് പെർമിഷൻ വാങ്ങിച്ചിട്ടാണോ ബാഗിൽ നിന്ന് മുറിച്ചെടുത്തേ? അവസാനിക്കാൻ പോവല്ലേ, അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ തന്നു. ഒരെണ്ണം തന്നുള്ളൂ, ഒരെണ്ണം തന്നില്ല. ഇത് മറ്റേ 3 ഇനി പിടിപ്പിക്കാനുണ്ട്. ബട്ടന്റെയും പിന്നെ പ്രസ് ബട്ടന്റെ പിന്നെ ഒട്ടിക്കണ ഇല്ലേ വെൽക്രോ എന്ന് പറഞ്ഞു, അതും കൂടി ചെയ്യാനുണ്ട്. അതെല്ലാം ആയി വെച്ചിട്ടുള്ളൂ, അത് ഇന്ന് ചെയ്യണം. ഇത്രയേ ഉള്ളൂ മാം. മാം ഇതില് ഈ സാൻഡ് പേപ്പറില് ഓരോ ലെറ്റേഴ്സും ഇങ്ങനെ ഓരോ ലെറ്റേഴ്സ് ഇത് ഒരുമിച്ച് വെക്കണ്ടല്ലോ, ഇങ്ങനെ ഓരോന്നായിട്ട് വേണം. കാരണം നമുക്ക് മൂവബിൾ ആയിരിക്കണം ലെറ്റേഴ്സ്. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് ഓരോന്ന് എടുക്കുന്ന പോലെ അങ്ങനെ തന്നെ ഇരിക്കണം അല്ലെ? എടുക്കാൻ തന്നെ പറ്റണം. ഈ കളർ ബോക്സ് തുണി വെച്ച് ചെയ്തത് ആരൊക്കെയാ? ഏതാ കളർ ബോക്സ് ഇല്ലേ, അത് തുണി വെച്ച് ചെയ്തത് ആരൊക്കെയുണ്ട്? അതെങ്ങനെ ചെയ്തതെന്ന് പറയാമോ? അതാരോ ക്ലാസ്സിൽ ചെയ്തിരുന്നു, തുണി വെച്ചിട്ട് ഒരിക്കൽ കാണിച്ചിരുന്നു. അത് തുണി ഞാനും ക്ലോത്ത് വെച്ചിട്ടാ ചെയ്തത്. ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. മറ്റേ ഷൂ ലൈസ് കാണാമോ? കാണാം. ഷൂ ലൈസിന്റെ എന്റെ കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് അവരത് ചെയ്തു തന്നു എനിക്ക്. 2 പേരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു. ഇങ്ങനെ വരും. ടീച്ചറെ എനിക്ക് മനസ്സിലാവാത്തത് അതല്ല,
ഈ സംഭവമില്ലേ സാൻഡ് പേപ്പർ, ആ. ഇതിനെ നമ്മൾ 4 മടക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുകയാണോ വേണ്ടത്? പിന്നെ അത് അളവിലുള്ള കാർഡ്ബോർഡിൽ ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് വളഞ്ഞു പോകും. എന്നിട്ട് ഇത് അങ്ങനെ വെറുതെ വെച്ചാൽ മതി. അതില് ലെറ്റേഴ്സ് മേക്കിംഗ് വേറെ സെപ്പറേറ്റും വേണം അല്ലേ? ലെറ്റേഴ്സ് മേക്കിംഗ് വേറെയാണ്. ഇത് ടച്ച് ബോർഡ്സ് ആണ്, ടച്ച് ടാബ്ലറ്റ്സ് എന്ന് പറയും, ടച്ച് ടാബ്ലറ്റ്സ് എന്ന് പറയും. അങ്ങനെ നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ കുട്ടികൾ ഡിഫറെന്റ് ആയിട്ടുള്ള സർഫസസ് അവർ ടച്ച് ചെയ്ത് അവരുടെ ആ ഒരു സെൻസ് നല്ലപോലെ ആക്റ്റീവ് ആകും. ലെറ്റേഴ്സ് വേറെ, നമ്പേഴ്സ് വേറെ, ടച്ച് ബോർഡ്സ്, ടച്ച് ടാബ്ലറ്റ്സ് ഒക്കെ വേറെ. മാം അത് ഒരെണ്ണം 4 ചെയ്താൽ മതിയോ? ഒരു സാൻഡ് പേപ്പർ 4 ഞാൻ A4 സൈസ് ആണെങ്കിൽ അങ്ങനെ 4 വലിയ കുഴപ്പമില്ലാത്തൊരു സൈസ് കിട്ടുമല്ലോ. ഇത് മാം ഇത് ഒരു ഫുൾ സൈസ് 25 രൂപയുടെ ഒരൊറ്റ ഷീറ്റ്. അത് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടി മടക്കണം, എന്നിട്ട് കാർഡ്ബോർഡിൽ ഒട്ടിക്കണം എന്നല്ലേ? കട്ട് ചെയ്തിട്ട് കാർഡ്ബോർഡിൽ ഒട്ടിക്കണം. അന്നേരം ഇതിലൊന്നും വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലുള്ള 4 പീസ് കിട്ടി. ഈ വേറെ റഫ്നെസ്സിലുള്ള 4 പീസ് കിട്ടും. അങ്ങനെ നമുക്ക് കുറെ പല റഫ്നെസ്സിലുള്ള പീസസ് കിട്ടിയിട്ട് അതിനെ മിക്സ് ചെയ്യണം. ഒരേപോലത്തെ കാർഡ്ബോർഡിൽ ഒരേപോലെ ഒട്ടിച്ചു വെക്കണം. മിക്സ് ചെയ്തിട്ട് കുട്ടികളെ കണ്ണടപ്പിച്ചിട്ട് ഒരേപോലെ റഫ്നെസ് വരുന്നതിനെ സെറ്റ് ആക്കണം. അതാണ് ആക്ടിവിറ്റി. ഓക്കെ, നമ്മൾ ലാസ്റ്റ് യൂണിറ്റിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് യൂണിറ്റ് 10 മോണ്ടിസോറി ടേംസ്. നമുക്ക് വായിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല, കാരണം എനിക്ക് ഇന്ന് കൊണ്ട് നിങ്ങളുടെ പോർഷൻസ് തീർക്കണം, നിങ്ങൾക്ക് സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് വായിക്കുമ്പം ഇത്തിരി ടഫായിട്ട് ഫീൽ ചെയ്യും. മോണ്ടിസോറി ടേംസ് ആണ്. അപ്പൊ ഞാൻ ഓരോന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ സമയം പോലെ ഇത് റീഡ് ചെയ്യുക കേട്ടോ. മോണ്ടിസോറി ടേംസിൽ ഫസ്റ്റ് വൺ അഡാപ്ഷൻ എന്നാണ് വരുന്നത്. ഈ അഡാപ്ഷൻ എന്നും പറയും, അഡാപ്റ്റേഷൻ എന്നും പറയും. രണ്ടും സെയിം മീനിങ് ഉള്ള വാക്കാണ്. എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുക. അഡൾട്ടിനേക്കാളും കുട്ടികൾക്കാണ് സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറവ്. അപ്പൊ കുഞ്ഞായിരിക്കുമ്പോഴേ അവർ ഏത് സിറ്റുവേഷനുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവർ വലുതാവുമ്പം അവർക്ക് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. അതേസമയം കൊച്ചിലെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്ത കുട്ടികൾ അഡൾട്ടായി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം കുഞ്ഞുങ്ങളൊരു ഏജ് വരെയാണ് നമ്മുടെ കൂടെ. അത് കഴിയുമ്പോൾ അവരുടെ ലൈഫ് മാറുന്നു, അവർ ജോലി, പഠിത്തം, അങ്ങനെ പല കാര്യങ്ങളിലേക്ക് പോകുന്നു. പല എൻവയോൺമെന്റിലായിരിക്കും അവർ ജീവിക്കുന്നത്. പല സർക്കംസ്റ്റാൻസസ് ആയിരിക്കും, പല കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവർക്ക് ആ ഓരോ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് വിത്ത് ലൈക്ക്, ഇഷ്ടത്തോടെ, മനസ്സോടെ പൊരുത്തപ്പെടുക, അതാണ് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു റിലീജിയസ് ബിലീഫില് എനിക്ക് തോന്നുന്നു അങ്ങനെ കല്യാണ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ടു പോകണം, അങ്ങനെ ഒരു സെന്റൻസ് ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോ അത് തന്നെയാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത്. കുഞ്ഞിലെ അവരെല്ലാ സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരൊരു അഡൾട്ട് ആകുമ്പോഴേക്കും അവര് നല്ല രീതി എന്ത് സാഹചര്യം വന്നാലും അതൊട്ടും ഫ്രസ്ട്രേഷനോട് കൂടെ, അതായത് നമ്മൾ കോംപ്രമൈസ് ചെയ്യുക ആ ഒരു മീനിങ് അല്ല, ഒരാളെ പേടിച്ചിട്ട് സമ്മതിക്കുക, അതല്ല ശരിക്കും ഇവിടെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ എന്നുള്ളതുകൊണ്ട് വെച്ച് അവരുടെ ഇഷ്ടത്തോടെ, മനസ്സോടെ അവര് ആ സാഹചര്യമായി പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. ഇപ്പൊ കുട്ടികൾ തമ്മിൽ എന്തൊരു വയലൻസ് ആണ്, വളരെ അജിറ്റേറ്റിംഗ് ക്യാരക്ടറാണ്. നോക്കി വെക്കും, ലാസ്റ്റ് എക്സാമിന്റെ ഫൈനൽ ഡേ ഉപദ്രവിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടി വരുന്നുണ്ട്. അങ്ങനെ പല മെസ്സേജസ് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്. പാരന്റ്സ് അന്നേ ദിവസം വരണം, കുട്ടികളെ കൂട്ടിയിട്ട് പോകണമെന്ന്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഹൈഡ് ഔട്ടിൽ വെച്ചിട്ട് അവനിട്ട് പണി കൊടുക്കാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കുട്ടികൾ, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇത് കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് അവർക്ക് പറ്റും ഈ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ എന്ന് പറയുന്നത്. ആ എൻവയോൺമെന്റുമായിട്ട് അവരെ അഡാപ്റ്റഡ് ആകണം എന്നാ പറയുന്നത്. പ്രോപ്പർലി ആയിട്ട് അഡാപ്റ്റഡ് ആകണം. അവരെപ്പോഴും അങ്ങനെയുള്ള അത് അവരുടെ ഒരു അപ്രോപ്രിയേറ്റ് ഡെവലപ്മെന്റിന് വളരെ കോമ്പാറ്റബിൾ ആണ്. അതേസമയം സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റഡ് ആകാത്ത കുട്ടികൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അത് അവരുടെ സൈക്കിക് ഡെവലപ്മെന്റ്, മനസ്സിന്റെ വളർച്ചയെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ്. ഓൾറെഡി നമ്മൾ ഡെവലപ്മെന്റിന്റെ പല രീതിയിലുള്ള സ്റ്റേജസിലൂടെ നമ്മൾ കടന്നുപോയി, അല്ലെ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ വോമ്പിലായിരിക്കുമ്പോൾ തുടങ്ങിയ ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ കുട്ടിയുടെ പല രീതിയിലുള്ള, അതായത് സ്മോൾ ടു അഡൾട്ട്ഹുഡ്, അവര് നോഷൻ ടു അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെന്റൻസിൽ വരുന്നുണ്ട് നോഷൻ ടു അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഒരു കൺസെപ്റ്റ് ആണ്, ജനറൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. കുഞ്ഞിൽ നിന്ന് വലിയ ആളിലേക്ക്, സ്മോൾ ടു അഡൾട്ട്, ആ ഒരു രീതിയിൽ. അത് ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ട്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ട്, ഇന്റലക്ച്വൽ ആയിട്ട് ബുദ്ധിപരമായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാർട്ട് 2 പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ മറിയ മോണ്ടിസോറി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോ ഡെവലപ്മെന്റ് സമയത്തും കുട്ടികൾക്ക് പല രീതിയിലുള്ള വൈറ്റൽ ആയിട്ടുള്ള എനർജീസ് ഉണ്ടെന്ന് അല്ലെ. കുട്ടികൾക്ക് അവർ ഫുൾ ഓഫ് എനർജിയാണ് അവരുടെ കയ്യില്, അത്രയും എനർജി നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ആ വൈറ്റൽ എനർജി നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ ആ പൊട്ടൻഷ്യൽ അത് മനസ്സിലാക്കി അവരെ ശരിയായ രീതി, ആ എനർജി അവരിലുണ്ട്, അത് എങ്ങോട്ട് ഡീവിയേറ്റഡ് ആയി പോണം എന്നുള്ളത് കുഞ്ഞ് വളരുന്ന സാഹചര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് പോസിറ്റീവ് സൈഡിലേക്ക് ഡീവിയേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ തന്നെ നടക്കും. അതിൽ കുറച്ച് പുതിയ വേർഡ്സ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഒരു ഫിലോസഫർ ബർഗ്സൺ പറയുന്നുണ്ട് ഒരു ഫോഴ്സ്, ഇലാൻ വിറ്റൽ എന്നുള്ള രീതിയിലാണ് ആ ഫോഴ്സിനെ പറയുന്നത്. ആ മറിയ മോണ്ടിസോറി അത് ഒരു വാക്ക് കടമെടുത്തിട്ടുണ്ട്, ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു എനർജിയാണ്. നമ്മൾ ഹോർമോൺ അല്ലെ, നമ്മളുടെ ബോഡീസിലെല്ലാം ഹോർമോൺ ഉണ്ട്, പല രീതിയിലുള്ള ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺ ആണ് പലപ്പോഴും നമ്മളെ പല രീതിയിൽ റിയാക്ട് ചെയ്യാനും റെസ്പോണ്ട് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പെട്ടെന്നൊരു ഡോഗിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഡ്രിനാലിൻ ഹോർമോൺ അങ്ങ് പ്രവർത്തിക്കുക, പേടി എന്നുള്ള ഒരിത്. അപ്പൊ നമുക്ക് ആ ഹോർമോണിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, റിലാക്സ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രിനാലിൻ ഹോർമോൺ അവിടെ അങ്ങ് ഒതുങ്ങും. അപ്പോൾ ഈ ഹോർമോൺ ഭയങ്കരമായിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്മെല്ല്, ഡോഗിന് ഭയങ്കര ഘ്രാണശക്തിയാണ്, സ്മെല്ലിംഗ് പവർ അല്ലെ, അവരുടെ ആ ഒരു സെൻസ് ഭയങ്കര കൂടുതലാണ്. ഈ അഡ്രിനാലിൻ ഹോർമോൺ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഡോഗ് ഭയങ്കരമായിട്ട് ആ വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് ആവും. അങ്ങനെയാണ് ഈ പട്ടി ഭയങ്കരമായിട്ട് ആളുകളെ ഉപദ്രവിക്കുന്നത്. നമുക്കത് ഡോഗിനെ കാണുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആണ്, യെസ് നമ്മൾ പേടിക്കാതെ നടന്നാൽ മതി, അതൊന്നും ചെയ്യില്ല. നമ്മൾ കാണാറില്ലേ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ പട്ടിയുള്ളപ്പോൾ അവർ പറയും പേടിക്കാതിരുന്നാൽ മതി, അതൊന്നും ചെയ്യില്ല എന്ന്. ആക്ച്വലി നമ്മൾ പേടിക്കുമ്പോൾ നമ്മുടെ ഹോർമോണാണ് അവിടെ ആക്റ്റീവ് ആകുന്നത്, അതിന്റെ സ്മെല്ല് ഡോഗിന് കിട്ടും. അപ്പൊ അത് ഒരു ടെൻഡൻസിയാണ് നമ്മളുടെ നേരെ വരാനായിട്ട്. അപ്പൊ അതുപോലെ പല രീതിയിലുള്ള എനർജി സോഴ്സസ് ഏതൊരു മനുഷ്യന്റെ, അത് കുട്ടികളിൽ കൂടുതലായിട്ടുണ്ട്. അപ്പൊ അതാണ് മറിയ മോണ്ടിസോറി ഈ ഒരു ടേം, ഹോം എന്നുള്ള ടേം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രീക്ക് വേർഡായ ഒപ്യൂന്നിൽ നിന്നാണ് ഈ ഹോം എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഒപ്യൂന്റെ മീനിങ് ലൈഫ്, ജീവൻ അല്ലെ. ചില കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചിലർ ഭയങ്കര ഒന്നും ചെയ്യാതെ ഭയങ്കര ലേസി ആയിട്ടിരിക്കും. ഇതെന്താ ഒരു ജീവൻ ഇല്ലാതെ ഇരിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചില ആളുകളോട് ചോദിക്കാറില്ലേ. ദാറ്റ് മീൻസ് നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു. ദാറ്റ് ഇസ് ഹോം. ആ ഹോം നമ്മളിലുള്ള എനർജി, വൈറ്റൽ എനർജി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനർജി, അതൊരു ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് ആണ് നമ്മളുടെ ചുറ്റുമുള്ള ലോകത്തേക്ക് നമ്മളെ വളർച്ചയ്ക്ക് കാരണമായി നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്തോട്ട് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ 2-3 വാക്കുകളുണ്ട്. ഈ ഒപ്പു എന്നുള്ളതിന്റെ മീനിങ് അവിടെ ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് സെന്റൻസിൽ നോഷൻ ടു അഡൾട്ട്ഹുഡ്, നോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ, അതൊരു ജനറൽ കൺസെപ്റ്റ് ആണ്, കുഞ്ഞായിട്ട് വളർന്ന് വലുതാകുന്നു, ആ ഒരു കൺസെപ്റ്റ് ആണ് അതിൽ വരുന്നത്. ഇലാൻ വിറ്റാൽ ഞാൻ എവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അത് നോക്കുമ്പോഴേക്കും ഞാൻ എന്താ പറയാം. പിന്നെ ആ ഒരു പാരഗ്രാഫ് തീരുമ്പോൾ ടെലിയോളജിക്കൽ എന്ന ഒരു കാര്യം കാണാനായിട്ട് വരും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിലോസഫിക്കൽ എന്നാണ് അതിന്റെ മീനിങ്. ഫിലോസഫി അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോം എന്ന് പറയുന്നത്, നമുക്ക് ഹോം ഒരു എനർജിയാണ്, അത് നമ്മളെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഹോം സഹായിക്കുന്നു പറഞ്ഞു. ഇലാൻ വിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഞ്ച് ടേമാണ്, ഒരു വൈറ്റൽ ഫോഴ്സ്, നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന നമ്മളുടെ ഒരു ഫോഴ്സ്, അതാണ് ഇലാൻ വിറ്റൽ എന്ന് പറയുന്നത്. അത് ഫ്രഞ്ച് ടേം ആണ്. വൈറ്റൽ ഫോഴ്സ് എന്നാണ് മീനിങ്. ലൈഫ് ഇമ്പൾസ്, അതായത് ജീവൻ തുടിക്കുന്ന എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഒരു മീനിങ് വരുന്നത്. ഇനി
മറിയ മോണ്ടിസോറി ഹോം എന്നുള്ള വേർഡ് ഇങ്ങനെ കടമെടുത്തു. ഹോം എന്ന് പറയുന്നത് നല്ല ഒരു വൈറ്റൽ ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് ആണ് നമ്മളെ ആക്റ്റീവ് ആയിരിക്കാനായിട്ട് പല കാര്യങ്ങളേക്കും നമ്മളെ പുഷ് ചെയ്യുന്നത്. ഇനി ഈ ഹോമിന് വേറൊരു കാര്യമില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോ പരീക്ഷ എഴുതുവാണ്, അതായത് നിങ്ങളെ പരീക്ഷ എഴുതാനായിട്ട് നിങ്ങളൊരു ഫോഴ്സ് ഇങ്ങനെ ഒരു എനർജി ഫോഴ്സ് ചെയ്യുന്നു. അപ്പൊ എക്സാം എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്നു, നമ്മൾ ഓർക്കുന്നു അല്ലെ. നമുക്ക് ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ മെമ്മറി വേണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് കറക്റ്റ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരണം. അപ്പൊ ഇങ്ങനെ ഒരു ഫോഴ്സ്, അതായത് ഞാൻ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ ബ്രെയിനിൽ നിന്നും ഒരു സിഗ്നൽ എനിക്ക് വരണം. ദാറ്റ് മീൻസ് ഹോം എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല, ഹോമിന്റെ കൂടെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്മറി ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് നീം, MNEME. ഹോമിന് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഹോമിന്റെ കമ്പാനിയനായിട്ട് മെമ്മറി വേണം. ദാറ്റ് ഇസ് നീം, MNEME എന്ന് പറയുന്നത്. അപ്പൊ അത് നെക്സ്റ്റ് പാരഗ്രാഫുകളിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് അഡാപ്റ്റേഷൻ, നമ്മള് സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി അഡ്ജസ്റ്റഡ് ആകും. അത് ചെറുപ്പത്തിലേ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട് ആവുമ്പോൾ യാതൊരു രീതിയിലും, നമ്മൾ പറയില്ലേ ചില കുട്ടികളെ, അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളുമായിട്ട് സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി പോകും. അതായത് വെള്ളം പോലെയെന്ന് പറയും, ഏത് പാത്രത്തിൽ ഒഴിച്ചാലും അതിന്റെ ഷേപ്പ് അവരെടുത്തോളും. ആ ഒരു രീതിയിൽ പറയില്ല. ദാറ്റ് ഈസ് അഡാപ്റ്റേഷൻ. കുഞ്ഞുങ്ങളിൽ അത് വളരെ പെട്ടെന്ന് നടക്കും. അതേസമയം കൊച്ചിലെ അങ്ങനെയൊന്നും ആ രീതിയിലൊന്നും നമ്മൾ ട്രെയിൻഡ് ആക്കാത്ത കുട്ടികളാണ് പ്രായമാകുമ്പോൾ അവർ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടാത്തത്. അവരുടെ ഫാമിലി ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, അവരുടെ അക്കാദമിക്സിലൊക്കെ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. ഓക്കെ, സോ നമ്മൾ പിന്നെ പറഞ്ഞത് എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു എനർജി ഉണ്ട്, ഓരോ കാര്യങ്ങളെ ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്നത്. അതാണ് ഹോം എന്ന് പറയുന്നത്. മറിയ മോണ്ടിസോറി അതിനു വേണ്ടി കടമെടുത്ത വാക്കാണ്. ഇനി ആ എനർജി കൊണ്ട് ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ ഹോമിന് ഒരു കമ്പാനിയൻ, ഒരു കൂട്ടുകാരൻ, ഒരു അസിസ്റ്റന്റ് വേണം. ദാറ്റ് ഇസ് നീം, അതാണ് മെമ്മറി. ഓക്കെ, അത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ദെൻ എഡ്യൂക്കേഷൻ. മറിയ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിലോ ഒരു പുസ്തകത്തിലോ ഒരു ചെറിയൊരു കാര്യത്തിലോ അല്ല. എഡ്യൂക്കേഷൻ മീൻസ് ഇറ്റ്സ് വൈഡ്. എല്ലാ ഏരിയയിൽ നിന്നും കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർ ശരിക്കും ഒരു ലൈഫ് ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് കുട്ടികളെ കൊണ്ടുപോയത്. ഒരു വ്യക്തിയുടെ ലൈഫിലെ എല്ലാ ഏരിയകളുമായിട്ട് കണക്ട് ചെയ്ത് വേണം എഡ്യൂക്കേറ്റ് ചെയ്യിക്കാൻ എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പിന്നെ അത് ഓരോ വ്യക്തിയിലും ഫോക്കസ് ചെയ്യണം, ഗ്രൂപ്പായിട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, ഓരോ ആളുകളിലും ഫോക്കസ് ചെയ്യണം. ആ ഓരോ ആളുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി വേണം എഡ്യൂക്കേറ്റ് ചെയ്യാൻ എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അവരുടെ നീഡ്സ് മനസ്സിലാക്കിയിട്ട് അവരെ സൊസൈറ്റിയിലേക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ രീതിയിൽ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അത് മാത്രല്ല, എഡ്യൂക്കേഷൻ കൊണ്ട് അയാൾക്കൊരു നോളജ് ഉണ്ടാകുക എന്നുള്ളത് മാത്രമല്ല, എല്ലാ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റും നടക്കണം. ഏത് രീതിയിലുള്ള ഡെവലപ്മെന്റും നടക്കുന്ന രീതിയിലായിരിക്കണം എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രല്ല, അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ അഡാപ്ഷൻ എന്ന് പറയുന്നത് ത്രൂ ദിസ് എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. സബ്ജക്ട് സ്റ്റഡിയിങ് മാത്രമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ലേണിംഗ് പ്രോസസ് ആണ്. അതായത് അവര് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവരുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് ചുറ്റുമുള്ള ഇൻഡിവിജ്വൽസിനെ മനസ്സിലാക്കി വേണം അവര് പഠിക്കാനായിട്ട്. ഓക്കെ, അതാണ് എൻവയോൺമെന്റിലുള്ള എല്ലാ ഫേസസും ആയിട്ട് കണക്ട് ചെയ്യണം. ഒരു ഗ്രൂപ്പിൽ ചെന്നാൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതൊന്നും നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കില്ല. അവര് ത്രൂ ദിസ് ലേണിംഗ് പ്രോസസ്സിലൂടെ മനസ്സിലാക്കുവാണ്. ആ രീതിയിലുള്ള കാര്യങ്ങൾ വേണം ഒരു പഠിക്കുന്ന എൻവയോൺമെന്റിൽ നടക്കാനായിട്ട്. പല രീതിയിലുള്ള ഒരു ബുക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹോമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതൊരു വൈറ്റൽ എനർജിയാണ്, നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കുന്ന ഒരു ഫോഴ്സ്. അതാണ് ഹോം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഹോർമോൺസ് അത് തന്നെയാണ്. പലപ്പോഴും
ഹോർമോൺ ഇംബാലൻസ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നതൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ഈ ഹോർമോൺസ് അത് എനർജി സോഴ്സ് ആണ്. അതിനെ നല്ല രീതിയിൽ ഡീവിയേറ്റ് ചെയ്ത് വിട്ടാൽ, നമ്മൾക്ക് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അല്ലെ, അവന്റെ ആ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ലെവലിലാണ് നിൽക്കുന്നത്. സോ അവൻ അതിനനുസരിച്ചുള്ള പണികൾ കൊടുക്കണം, അവനെ അങ്ങ് പണിയെടുപ്പിച്ച് അങ്ങ് ക്ഷീണിപ്പിക്കണം, അവന്റെ എനർജി മുഴുവൻ അങ്ങ് യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആകുമ്പോഴേക്കും അവൻ അഡാപ്റ്റഡ് ആകുന്നു, അവൻ അങ്ങനെ അഡ്ജസ്റ്റഡ് ആയിട്ട് വരും. ഓക്കെ, ഹൈപ്പർ ആക്റ്റീവ് ആണ്, അവൻ എവിടെയെങ്കിലും കൊണ്ട് മിണ്ടാതിരുത്താൻ നമുക്ക് ഒട്ടും പറ്റില്ല, കാരണം അവൻ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ദാറ്റ് മീൻസ് അവനെ കൊണ്ട് അവന്റെ എനർജി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക. അതാണ് ഈ ഹോർമോൺസ് അല്ലെങ്കിൽ ഹോം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ലീഡിങ് ഫോഴ്സ് ആണ്. കുട്ടികളിലെ ഗ്രേറ്റ് ഇന്റലിജൻസ്, അവരുടെ ആ ബുദ്ധി, എല്ലാ കാര്യങ്ങളിലേക്കും അവരെ പുഷ് ചെയ്യിക്കാനുള്ള ഒരു ലീഡിങ് ഫോഴ്സ് ആണ്. എല്ലാവരിലും ഈ ഒരു ലീഡിങ് ഫോഴ്സ് ഉണ്ട്. നമ്മളുടെ ഫൈനൽ ഗോളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും ഈ ഒരു ഫോഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് ഇപ്പം നമ്മളുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ കേസ് എടുക്കുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ഗോൾ, ഒരു വിഷൻ ഉണ്ടായിരിക്കും ലൈഫിൽ. അതിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ആണ് ഈ ഹോം എന്ന് പറയുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ കുറെ വായിക്കാനുണ്ടാവും, പക്ഷെ നിങ്ങൾ അതൊന്നും വായിച്ച് കൺഫ്യൂഷൻ അടിക്കൊന്നും വേണ്ട. ഹോമിന്റെ ഫംഗ്ഷൻ എന്താന്ന് ഇപ്പോ ഏകദേശം മനസ്സിലായല്ലോ. ഇപ്പൊ യൂണിവേഴ്സിലെ പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കുട്ടികളെയോ ആരെയെങ്കിലും നമുക്ക് ഫോഴ്സ് ചെയ്യും, അവരെ പുഷ് ചെയ്ത് അവരുടെ എനർജി യൂസ് ചെയ്യിപ്പിച്ച്, അവരെ കൊണ്ട് നിർബന്ധപൂർവമല്ല, അവരെ ആ രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഈ ഹോം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഹോം ഒരു വൈറ്റൽ എനർജിയാണ്, ഒരു പർപ്പസ് ഓഫ് ആക്ടിവിറ്റി. അതായത് നമ്മുടെ വിഷൻ, നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ആക്ടിവിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റൽ എനർജിയാണ് ഹോം എന്ന് പറയുന്നത്. ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ പാരഗ്രാഫ് വായിക്കുമ്പോൾ കൺഫ്യൂഷൻസ് ഒക്കെ വരുമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ബി, നിങ്ങളുടെ മെയിൻ എക്സാമിന് മുമ്പ് ഫുൾ ഒരു തിയറിയുടെ ഒരു റിവിഷൻ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അനദർ എക്സാം, ഇതിപ്പം നമുക്കിപ്പോ മനുഷ്യരുടെ ലിവിങ് ബീയിങ്സ് അതിന്റെ കാര്യങ്ങൾ ഓർത്താൽ മതി. പക്ഷെ ഇതുപോലെ തന്നെ ഗ്യാസ്, ലിക്വിഡ്, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, സോളിഡ്, അതിലെല്ലാം ഈ ഒരു കാര്യം നടക്കുന്നത്. കാരണം ഇതിലൊക്കെ എനർജീസ് ഉണ്ടല്ലേ, പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോൾ ചിലത് ഹീറ്റ് ചെയ്യുമ്പം വ്യത്യാസം വരും, കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ്, ചിലതിലേക്ക് പ്രഷർ കൊടുക്കുമ്പോൾ വ്യത്യാസങ്ങൾ വരും അല്ലെ. അപ്പൊ അങ്ങനെ പല രീതിയിലും ഇതിലെ ഹോം, ഈ വൈറ്റൽ എനർജി പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് മനുഷ്യരിലും. ഒരു കുട്ടിയിൽ കൊടുക്കുന്ന പുഷിങ് ആയിരിക്കില്ല വേറൊരു കുട്ടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു കുട്ടിക്ക് ആ ഒരു എനർജി യൂസ് ചെയ്ത് ചെയ്യിക്കേണ്ട ആക്ടിവിറ്റി ആയിരിക്കില്ല വേറൊരു കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നത്. അതായത് ഇപ്പോ ലിക്വിഡ് ഫോം, ഗ്യാസ് ഫോം, സോളിഡ് ഫോം, ഇതിലെല്ലാം ഒരേപോലെ രീതിയിലായിരിക്കില്ല നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അവരുടെ ഉള്ളിലുള്ള ഈ ഹോം, ഈ വൈറ്റൽ എനർജി, അവരൊരു നല്ലൊരു പർപ്പസ്, അവരുടെ ഒരു വിഷൻ, ഗോൾ സെറ്റ് ചെയ്യുന്നതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, കറക്റ്റ് രീതിയിൽ ചെയ്തില്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ചേഞ്ച് നടക്കില്ല. അത് ബയോളജിയിലും ഹോമിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇപ്പൊ കെമിസ്ട്രിയിലും ഹോമിന്റെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾക്ക് അറിയേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളില് എനർജി ഉണ്ട്, അവരൊരു എനർജി സോഴ്സ് ആണ്. അവരുടെ ആ എനർജി പർപ്പസ്ഫുൾ ആയിട്ട് നമ്മളൊരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ആ ഹോമിനെ നമ്മൾ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ എനർജി നെഗറ്റീവ് ആകാനും ചാൻസ് ഉണ്ട്. അപ്പൊ ശരിക്കും ഈ നെഗറ്റീവിനെ ഡിഫെൻഡ് ചെയ്ത് അതിനെ മാറ്റിയിട്ട് കുട്ടിയെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. ആ രീതിയിൽ ഈ ഫോഴ്സ് യൂസ് ചെയ്യണം. ബേർത്ത് തുടങ്ങി നമുക്കൊരു ബോധം വരുന്ന ഒരു സമയം വരെ നമുക്ക് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടല്ലേ. ആ ബേർത്ത് തുടങ്ങി കുഞ്ഞുങ്ങൾക്കൊരു ബോധമാകുന്ന സമയം നമ്മളുടെ കൈകളിലായിരിക്കും. അപ്പൊ ശരിക്കും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവരുടെ എനർജി എങ്ങനെ എങ്ങോട്ട് യൂസ് ചെയ്യണം എന്നുള്ളത്. ഇതാണ് ആ ഒരു ബോധം ആവുന്ന സമയത്ത് എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അവർ സ്കൂളുകളിലേക്ക് പോകുന്നു. ആ ഒരു സമയത്ത് ഇതേ രീതിയിൽ തന്നെ ആ ഒരു കുട്ടികളുടെ എനർജി മാക്സിമം യൂസ് ചെയ്ത് അവരെ പോസിറ്റീവായിട്ട് തന്നെ അവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അവരെ പുഷ് ചെയ്യുക. ആ രീതിയിൽ ആക്ടിവിറ്റീസ് കൊടുത്ത് അവരെ നാച്ചുറൽ ആയിട്ട് അവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹോം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെത്താനെ അവരിൽ വരണം.
ഈ ഒരു ബേസിക് ഫോഴ്സ് സംടൈംസ് കോൺഷ്യസ് ആയിരിക്കാം, അൺകോൺഷ്യസ് ആയിരിക്കാം. അൺകോൺഷ്യസ് എന്ന് പറയുമ്പോൾ ഇവര് കുഞ്ഞായിരിക്കുന്ന ഏജില് പലപ്പോഴും ഇവരുടെ ഉള്ളിലെ എനർജി അൺകോൺഷ്യസ് ആണ്. കാരണം ഒരു കുട്ടി നല്ലൊരു ബോധത്തോടെ ഇരിക്കുമ്പോൾ അവന്റെ ഫോഴ്സ് അവനറിയാം എങ്ങനെ ഉപയോഗിക്കണം എന്ന്. പക്ഷെ അൺകോൺഷ്യസ് ടൈമിൽ നല്ലൊരു എനർജി കുഞ്ഞുങ്ങളിൽ ഉണ്ടാവും. അപ്പൊ അവിടെയാണ് നമ്മുടെ റോള് വരുന്നത്. നമ്മൾ ആ സമയത്ത് കുഞ്ഞിനറിയില്ല എന്താ ചെയ്യേണ്ടത്, ആ സമയത്ത് അവർക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് കൊടുത്ത് അവരുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യണം. ഇനി ഹോം തന്നെയല്ല നിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ഹോമിന് ഒരു കമ്പാനിയൻ വേണം, ഒരു കൂട്ടുകാരൻ വേണം. ദാറ്റ് ഇസ് നീം. അതാണ് മെമ്മറി. ഇത് ജെനറ്റിക് മെമ്മറിയാണ് നീം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. കുട്ടി ചെറിയ ഏജ് ആയിരിക്കുമ്പോൾ ഇത് അൺകോൺഷ്യസ് മെമ്മറി ആയിരിക്കും. ഈ നീം എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മെമ്മറി ആയിരിക്കും. എന്ന് വെച്ചാൽ 0 to 3 years അൺകോൺഷ്യസ് മൈൻഡും ആഫ്റ്റർ 3 years വരുമ്പോൾ കോൺഷ്യസ് മൈൻഡും ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടിക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറി ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നീം എന്ന് പറയുന്നത് ഫസ്റ്റ് 3 years വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയുടെ ഫോമാണ്. ഈ നീം ആഫ്റ്റർ 3 years കോൺഷ്യസ് മെമ്മറി ആയിട്ട് കൺവേർട്ട് ആകുകയാണ് ചെയ്യുന്നത്. ഇത് അനിമൽസിന്, അതായത് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ അനിമൽസിനും അതുപോലെ തന്നെ പ്ലാന്റ്സിനും ഈ മെമ്മറി ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ ലിവിങ് ബീയിങ്സിനും ഈ മെമ്മറി ഉണ്ട്. അതാണ് നമ്മൾ പറയില്ലേ, ഈ ആൾതാമസമുള്ള വീടുകളിൽ ചില ചെടികളൊക്കെ നല്ല കളറിലുള്ള പൂക്കളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുന്ന, ചിലത് ചെടീനെ പരിപാലിക്കുമ്പോൾ ചെടിയോട് സംസാരിച്ചുകൊണ്ടൊക്കെ പരിപാലിക്കും. ആ ഒരു വ്യത്യാസം ഉണ്ടാകും ആ ചെടിയുടെ വളർച്ചയില്. ഓക്കെ, അല്ലാത്ത സ്ഥലത്ത് ചെടികളൊക്കെ ചിലപ്പോൾ മുരടിച്ചിരിക്കുന്നതാണ്. അപ്പൊ അതാണ് പറയുന്നത്, ഈ എല്ലാ ലിവിങ് ബീയിങ്സിനും നീമുണ്ട്, ഈ മെമ്മറി ഉണ്ട്. അത് ഫ്ലോറയാണെങ്കിലും ഫോണയാണെങ്കിലും. ഫ്ലോറ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ലൈഫ്, ഫോണ എന്ന് പറയുന്നത് അനിമൽ ലൈഫ്. ആ രണ്ട് ജീവജാലങ്ങൾക്കും ഈ നെയിം എന്നുള്ള മെമ്മറി ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നീം തന്നെ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 kinds ഓഫ് നീം ആണുള്ളത്. ഇനി നീമിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ. ഓരോ ഈ ബേർഡ്സ്, നമുക്കറിയാം ബേർഡുകൾ കൂടുണ്ടാക്കുന്നു അല്ലെ. പല ടൈപ്പ് കൂടാ ഉണ്ടാക്കുന്നത്. ഈ കാക്കയൊക്കെ ആണെങ്കിൽ ചുള്ളിക്കമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആ രീതിയിലുള്ള ലിസ്റ്റ് ഉണ്ടാക്കും. പിന്നെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അടയ്ക്കാക്കുരുവിയൊക്കെ നീളത്തിൽ ഇങ്ങനെ ചകിരിയൊക്കെ വെച്ചിട്ട് ഇത്തരം കൂടുണ്ടാക്കിയിട്ട് ഒരു ഹോള് മാത്രം ഇങ്ങനെ വെക്കുന്നത്, ആ രീതിയിൽ പല ടൈപ്പ് കിളികളുടെ കൂടുകൾ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള കൂടുകൾ വെക്കാറുണ്ട് ഈ ബേർഡ്സ്. എക്സാമ്പിൾ പറഞ്ഞേക്കാണ് നീമിന്. അത് ഒരേപോലുള്ള ജീവികൾക്ക് ഒരേപോലത്തെ കൂടായിരിക്കും അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ളവർക്ക് ഓരോരുത്തർക്കും ആ ഒരു രീതിയിലുള്ള കൂട്. അപ്പൊ നമുക്ക് മനുഷ്യർക്ക് നമ്മൾ പല ഡിസൈനിലുള്ള വീടുകൾ ഉണ്ടാവും, എന്നാലും ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഒരുപോലെ തന്നെ അല്ലെ. പിന്നെ ഇത് കിളികൾ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോ റാബിറ്റ്സിന്റെ ഹോൾ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും ആ ഓരോ ജീവജാലങ്ങൾക്ക് അനുസരിച്ച് അവരുടെ നെസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതെല്ലാം ഇവരുടെ ഒരു മെമ്മറിയാണ്. ആ ഒരു നെയിമാണ് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. എങ്ങനെ ഇത് ചെയ്യണം, അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന എൻവയോൺമെന്റുമായിട്ട് ചേരുന്ന രീതിയിലുള്ള ഒരു ഷെൽട്ടറാണ് ഓരോ ജീവജാലങ്ങളും ഉണ്ടാക്കുന്നത്. അതൊന്നും ഇവരെ പഠിപ്പിച്ചിട്ടില്ല. ഇവരുടെ ഒരു നെയിം ആണ് ഇവരെ കൊണ്ട്, മെമ്മറിയാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്. 2 ടൈപ്പ് നെയിം ഉണ്ട്. ഈ നെയിം എന്ന് പറയുന്ന മെമ്മറി 2 kinds ആണ്. ഒന്ന് ഫിസിക്കൽ കൈൻഡ്, അതായത് ഫിസിക്കൽ കൈൻഡും സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഫോംസ്, അതായത് പ്ലാന്റ്സിനും അനിമൽസിനും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഹ്യൂമൻസിനും ഉള്ളത് പോലെയാണ് സെക്കൻഡ് ടൈപ്പ് പറയുന്നത്. ഇത് ഫസ്റ്റ് വൺ ഫിസിക്കൽ കൈൻഡ് ആണ് നീം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുമല്ലോ, എന്തെങ്കിലും പഠിച്ചത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു റെസിപ്പി, ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം, നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത് ഫിസിക്കൽ കൈൻഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറ്റിക് ആയിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള ചില മെമ്മറി, അതായത് പ്ലാന്റ്സിനും അനിമൽസിനും എല്ലാം ഉള്ള ടൈപ്പ് ഒരു മെമ്മറി. ഓക്കെ, പിന്നെ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ് നീം എന്ന് പറയുന്നത്. അത്
പലപ്പോഴും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. അതായത് പറയില്ലേ, കുട്ടികൾ പെട്ടെന്ന് തന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അബ്സോർബ് ചെയ്യുന്നു നമ്മൾ പറയും. അത് അങ്ങനത്തെ ടൈപ്പ് ഒരു സ്പെഷ്യൽ മെമ്മറിയാണ് നെയിം എന്ന് പറയുന്നത്. എന്തൊക്കെ കാണുന്നു അതെല്ലാം സ്റ്റോർ ചെയ്യുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, അവരുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതാണ് നെയിം ഒരു സ്പെഷ്യൽ മെമ്മറിയാണ്. നമ്മളിപ്പോ ഒരു മൂവി കണ്ടു, നമ്മൾ ഓർത്തിരിക്കുന്നു, പിന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല ആ മൂവിയെ കുറിച്ച്, അത് നമ്മളങ്ങ് വിടുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് ആയിട്ട് നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളിൽ ഫോം ചെയ്യുന്ന ഒരു മെമ്മറിയാണ് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ ആയിട്ടുള്ള മെമ്മറി നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഈ എല്ലാവർക്കും ഉണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള മെമ്മറി. അതായത് പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിനാണെങ്കിലും ഉണ്ട്. പക്ഷെ മനസ്സ്, നമ്മുടെ സൈക്കിക് മെന്റൽ കണ്ടീഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന നെയിം എന്ന് പറയുന്നത് പ്ലാന്റ് ലൈഫിനില്ല. ബാക്കി അനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനുണ്ട്, പ്ലാന്റ് ലൈഫിന് അതില്ല എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് ഫോമിലായിരിക്കും അനിമൽസിനും ഹ്യൂമൻ ബീയിങ്സിനും ഉണ്ടാകുന്നത്. അനിമൽസിന് ഇതിനെ ഇൻബോൺ പാറ്റേൺ എന്നാണ് പറയുന്നത്, ഇൻസ്റ്റിങ്ക്റ്റ് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള മെമ്മറിനെ. അത് ജനറേഷൻ ടു ജനറേഷൻ അവരുടെ ഇങ്ങനെ ഓരോ രീതിയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതായത് ഇപ്പം ചില അനിമൽസ്, ഇപ്പം മങ്കീസ്, അവരുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവർ ചാടി പോകുന്നു, മരത്തിൽ നിന്ന് ഒരു മരത്തിലേക്ക് ചാടി പോകുന്നു. പിന്നെ അവരുടെ ദേഹത്ത് തന്നെയുള്ള എന്തെങ്കിലും പ്രാണികൾ വന്നിരിക്കുമ്പോൾ അവര് തന്നെ അതെടുത്ത് കളയുന്നു, പരസ്പരം കളയുന്നു. അങ്ങനെ ഇവർക്കൊക്കെ ഓരോ ഇൻബോൺ പാറ്റേൺ ഉണ്ടാവും. മനുഷ്യർക്കും അങ്ങനെ ഒരു ഇൻബോൺ പാറ്റേൺ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഈ മെമ്മറിയുമായിട്ട് കണക്ട് ചെയ്താണ് പറയുന്നത്. ഓരോ ജനറേഷനിലും അതിങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ റീപ്രൊഡക്ഷൻ, അനിമൽസ് ആണെങ്കിലും ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിലും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാകുന്ന കാര്യം, അവരുടെ കുട്ടികൾ ഉണ്ടാകുന്നു. പിന്നെ എപ്പോഴെങ്കിലും അപ്പൊ ഈ സാഹചര്യങ്ങളുമായി അഡാപ്റ്റഡ് ആകുമ്പോഴാണ് റീപ്രൊഡക്ഷൻ ശരിയായ രീതിയിൽ പോസിബിൾ ആകുക എന്നാണ് പറയുന്നത്. ഇനി അനിമൽസ് ഇത് അങ്ങനെ അഡാപ്റ്റേഷൻ ബുദ്ധിമുട്ടായി വരുമ്പോൾ പലപ്പോഴും ആ സ്പീഷീസ് വംശനാശം സംഭവിക്കും, ഇല്ലാതായി വരും. എക്സാമ്പിൾ ആണ് ഡിനോസേഴ്സിന്റെ കാര്യം പറഞ്ഞത്. വളരെ ഹ്യൂജ് പവർഫുൾ ആയിട്ടുള്ള അനിമൽസ് ആയിരുന്നു, പക്ഷെ അവർക്ക് അവരുടെ സിറ്റുവേഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഫോർ എക്സാമ്പിൾ ഭയങ്കര തണുപ്പ് വന്നപ്പോൾ അതുമായിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതെല്ലാം ചത്തൊടുങ്ങുകയാണ് ചെയ്യുന്നത്. അതിന് പകരം കുറച്ചുകൂടെ അഡാപ്റ്റഡ് ആയിട്ടുള്ള പുതിയ മാമൽസ്, ഡിനോസറിന്റെ പിൻഗാമികൾ എന്നുള്ള രീതിയിൽ അതുമായിട്ട് ലിസാർഡ്സ് ആ ഒരു വർഗത്തിലൊക്കെ പെടുന്ന അങ്ങനെയുള്ള പുതിയ മാമൽസ് അത് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അവർക്ക് ആ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ അഡാപ്റ്റേഷൻ എല്ലാ അനിമൽ ലൈഫിലാണെങ്കിലും പ്ലാന്റ് ലൈഫിലാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് മനുഷ്യർക്ക് ഈ അഡാപ്റ്റേഷൻ വളരെ ഈസി ആയിട്ട് പറ്റും. ഫ്രം ദ ചൈൽഡ്ഹുഡ് അവർ ആ രീതിയിൽ തന്നെ പോകുന്നാൽ എന്നാണ് പറയുന്നത്. ബട്ട് അല്ലാതെ ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. എൻവയോൺമെന്റ് ചേഞ്ചസ് അനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങൾ വരും. അങ്ങനെ നമ്മൾ ആ സിറ്റുവേഷനുമായിട്ട് ചേഞ്ച് ആകുന്നു. അത് നമ്മളുടെ സർവൈവലിന് വളരെ എസെൻഷ്യൽ ആണ്. അതേസമയം ഹ്യൂമൻസ് അങ്ങനെ അഡാപ്റ്റഡ് ആയില്ലായിരുന്നെങ്കിൽ അവരുടെ വംശവും നശിച്ചു പോയേനെ എന്നാണ് പറയുന്നത്. ഡിനോസേഴ്സിന് സംഭവിച്ച പോലെ തന്നെ ഹ്യൂമൻസിനും സംഭവിച്ചേനെ. അപ്പൊ ആ സാഹചര്യങ്ങളുമായി അഡാപ്റ്റ് ആകാനുള്ള ഒരു കഴിവ് ഹ്യൂമനിനുള്ളത് കൊണ്ടാണ് അവരിപ്പോഴും സർവൈവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ഈ രീതിയിലുള്ള എനർജി സോഴ്സസും നെയിമും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് സാധ്യമാകുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. പ്ലാന്റ്സിനും ഇതുപോലുള്ള അഡാപ്റ്റേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നല്ല വെയിൽ വരുന്നു, അവർ സർവൈവ് ചെയ്യാൻ നോക്കും അല്ലെ, എങ്ങനെയെങ്കിലൊക്കെ അവർ സർവൈവ് ചെയ്യും. അവരുടെ വെയിൽ ഒടിക്കും. അവര് എവിടെയാണോ വെള്ളം ഉള്ളത് അവിടെ പോയിട്ട് വെള്ളം മാക്സിമം എടുക്കാനായിട്ട് നോക്കും. കാക്ടസ് വളരെ ചൂടുള്ള പ്രദേശത്തുള്ളതാ, പക്ഷെ അവര് അതിനനുസരിച്ച് അഡാപ്റ്റഡ് ആയി കാക്ടസ് അല്ലെ, അവരുടെ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഓരോരോ അനിമൽസ് നോക്കുമ്പോൾ ക്യാമൽസ് അവരും ഡെസേർട്ടിലുള്ളതാ, അവരും അഡാപ്റ്റഡ് ആകുന്നു. അപ്പൊ ഈ നമ്മൾ പറഞ്ഞു വന്നത് ഹോം എന്നുള്ള എനർജിയും നെയിം എന്നുള്ള മെമ്മറി അതിന്റെ കൂടെയുള്ളതും കൊണ്ടാണ് പല കാര്യങ്ങളും പല സിറ്റുവേഷനുമായിട്ട് നമുക്ക് അഡാപ്റ്റഡ് ആകാനും
നമ്മൾ ആ ഒരു ഗോളിലേക്ക് അതിലേക്ക് നമുക്ക് എത്തിപ്പെടാനും പറ്റുന്നത്. അപ്പം പ്ലാന്റ്സിൽ അല്ലെങ്കിൽ അനിമൽസിൽ ഇതുപോലെ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളതുപോലെ തന്നെ മനുഷ്യരിൽ ഒരു പൊട്ടൻഷ്യലാണ് ഉണ്ടാകുന്നത്. ആ ഒരു പാറ്റേണിന് പകരം ഹ്യൂമൻസിൽ പല ലെവലിലെ പൊട്ടൻഷ്യലാണ്, അവരുടെ കപ്പാസിറ്റി, കേപ്പബിലിറ്റി. ആ പൊട്ടൻഷ്യലിനെയാണ് മറിയ മോണ്ടിസോറി നെബുലെ എന്ന് വിളിച്ചത്. ഓരോരോ വേർഡ് ഓർക്ക് ഹോം, നമ്മളെ ഉള്ളിലുള്ള ഒരു വൈറ്റൽ എനർജി. ആ വൈറ്റൽ എനർജി ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരാൾ സിഗ്നൽ തരണം, ഒരു മെമ്മറിയിൽ നിന്ന് വരണം. ദാറ്റ് ഇസ് നെയിം. ആ നെയിം പല രീതിയിലുണ്ട്. ആ നെയിം അനിമൽസിലുണ്ട്, പ്ലാന്റ്സിലുണ്ട്. പിന്നെ നെയിമിന്റെ ഒരു സൈക്കിക് നെയിം എന്ന് പറയുന്നത് പ്ലാന്റ് ലൈഫിലില്ല, അനിമൽസിലും ഹ്യൂമൻസിലും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് പല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് സർവൈവ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഈ നെയിമും വേണം, ഹോം എന്നുള്ള വൈറ്റൽ എനർജിയും വേണം. ഇനി അനിമൽസിൽ ഈ ഒരു ഇൻബോൺ പാറ്റേൺസ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മനുഷ്യരില് അതൊരു പൊട്ടൻഷ്യൽ ആയിട്ടാണ് വരുന്നത്. അവരുടെ ഒരു കപ്പാസിറ്റി പൊട്ടൻഷ്യൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ മനുഷ്യരില് ഹ്യൂമൻസിലുള്ള ഇൻസ്റ്റിങ്ക്റ്റിന് പകരം മനുഷ്യരിൽ വരുന്ന ആ പൊട്ടൻഷ്യലാണ് നെബുലെ എന്ന് മറിയ മോണ്ടിസോറി വിളിച്ചത്. നെബുലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്റ്റാർസിന്റെ ഒക്കെ ചുറ്റും കുറച്ച് എനർജി സോഴ്സസ് വരുന്നതിന്റെ അതിന്റെ പേരാണ് ശരിക്കും നെബുലെ എന്ന് പറഞ്ഞത്. അപ്പൊ മനുഷ്യരിലെ ആ ഒരു പാറ്റേണിനെ മറിയ മോണ്ടിസോറി നെബുലെ എന്ന് വിളിച്ചു, ഇതുപോലെ തന്നെ കണ്ടതുകൊണ്ട്. നെബുലെ ആക്ച്വലി എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ മനുഷ്യരുടെ പൊട്ടൻഷ്യലിനെ ആ പേര് വെച്ചിട്ട് മറിയ മോണ്ടിസോറി വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്പേസില് ഈ നക്ഷത്രങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ സബ്സ്റ്റൻസസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നക്ഷത്ര സമൂഹം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് നമ്മള് സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഹൈഡ്രജന്റെ ഒരു ഫോം എന്തൊക്കെയോ ആയിട്ട് അതെല്ലാം കൂടെ സ്പേസിൽ ഫില്ല് ചെയ്ത് അങ്ങനെ ഒരു എനർജി സോഴ്സ് ആയി മാറിയിട്ടാണ് സ്റ്റാർ ഉണ്ടാകുന്നത്. അതിനെയാണ് നെബുലെ എന്ന് പറയുന്നത്. ആ ഒരു സബ്സ്റ്റൻസിനെ എല്ലാത്തിനെയും ചേർത്തിട്ടാണ് നെബുലെ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിലും ഇതുപോലെ സബ്സ്റ്റൻസസ് പൊട്ടൻഷ്യൽ ഉണ്ട്. ആ സോഴ്സസിനെയാണ് മറിയ മോണ്ടിസോറി സ്പേസിൽ കാണുന്ന സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, നല്ല എനർജി സോഴ്സ് ആണ്, ലൈറ്റ് തരുന്നു അല്ലെ, കാണാനും ഭംഗിയുണ്ട്. സോ അങ്ങനെ സ്റ്റാർ ആയത് കുറെ എനർജി സോഴ്സ് എന്നുള്ളതെല്ലാം കൂടെ ചേർന്നിട്ടാണ് സ്റ്റാർ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ മനുഷ്യരുടെ ഉള്ളിലും അതുപോലെയുള്ള നെബുലെ ഉണ്ടെന്നാണ്, ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. അപ്പൊ ഹോം എന്നുള്ളത് എനർജി സോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഹോം ആണ് നെബുലയായിട്ട് മീൻസ് ആ ഒരു പൊട്ടൻഷ്യൽ. ഇപ്പൊ ഒരു കുട്ടിക്ക് നല്ലപോലെ വരയ്ക്കാനുള്ള കഴിവുണ്ട്. ദാറ്റ് മീൻസ് അവന്റെ പൊട്ടൻഷ്യൽ വന്നു. അവനിൽ ഉള്ള കുറെ എനർജി സോഴ്സിന്റെ ഭാഗമായിട്ട് അവനിൽ വന്ന ഒരു നെബുലയാണ് ഡ്രോയിങ് അല്ലെങ്കിൽ സിംഗിങ് അല്ലെങ്കിൽ ഡാൻസിങ് അല്ലെങ്കിൽ കുറെ എന്തെങ്കിലും മോഡൽസ് ഉണ്ടാക്കുക. അങ്ങനെ പല പല കഴിവുകളാണ് കുട്ടികൾക്ക് വരുന്നത് അല്ലെ. അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഈ വരുന്ന ഹോമിന്റെ പ്രഷർ കാരണം അവനിലുണ്ടാകുന്ന നെബുലയാണ് ഈ ഓരോരോ കപ്പാസിറ്റി, കഴിവെന്ന് പറയുന്നത്. വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് വന്നു, പക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് അതാണ്. ഈ നെബുല എന്ന് പറയുന്നത് ഇത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരിലും മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും മാറി മാറി വരുന്നു അല്ലെ. ആ ഒരു വരയ്ക്കാൻ തുടങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോ പെർഫെക്ഷനിലേക്ക് പോകുന്നു അല്ലെ. അല്ലെങ്കിൽ പാട്ട് പാടുന്നു, കുറച്ച് കഴിയുമ്പോൾ പെർഫെക്ഷനിലേക്ക്, ഓരോ പ്രായം കഴിയുന്തോറും ആ ഒരു പെർഫെക്ഷൻ അത് മാറി വരും. ഹാൻഡ് റൈറ്റിംഗ് ഓരോ പ്രായത്തിനനുസരിച്ച് അതിന്റെ പെർഫെക്ഷൻ ആ രീതിയിൽ മാറും. അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് കളർ ഫില്ല് ചെയ്യാനായിട്ട് കൊടുക്കും ചെറുപ്പത്തിൽ അല്ലെ, ക്രയോൺസ് കൊടുത്തിട്ട്. അപ്പൊ ഇവര് ആദ്യമൊക്കെ കളർ ചെയ്യുമ്പോൾ എന്താ പറ്റുക, പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പുറത്ത് പോകാതെ കറക്റ്റ് ആ പിക്ചറിനുള്ളിൽ കളർ ചെയ്യാനായിട്ട് അവർ പ്രാക്ടീസ് ആകുന്നു അല്ലെ. ദാറ്റ് ഇസ് നെബുലെ. അവന്റെ പൊട്ടൻഷ്യൽ അപ്പൊ അതാണ്, ആ ഒരു നെബുലയിലേക്ക് എത്തും. അതാണ് നെബുല എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ
ഓർക്കേണ്ട 3 കണക്ട് ചെയ്ത് ഓർക്കേണ്ട വാക്കുകളാണ് ഹോം, നീം, നെബുലെ. നീം ഉണ്ടെങ്കിലാണ് ഹോമിനെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓർമ്മയില്ലാതെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റില്ല അല്ലെ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ മെമ്മറിയിൽ നിന്ന് നമുക്ക് എടുത്തോണ്ട് വരാൻ പറ്റണം. അതാണ് ഹോം ചെയ്യുന്നത്. ആ മെമ്മറിയിൽ പോയി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഹോം മനസ്സിലാക്കി ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണ് ഹോം ചെയ്യുന്നത്. ഇനി ഈ ഹോം കംപ്രസ് ചെയ്ത് ഒരൊറ്റ ഫോമിലേക്ക് മാറുന്നു, ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യലിലേക്ക് മാറി വരുന്നതാണ് ഇവിടെ നെബുല എന്ന് പറയുന്നത്. ഓക്കെ, വായിക്കുമ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും, കുഴപ്പമില്ല. നമുക്ക് വേണ്ടത് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് എടുത്തിട്ട് എഴുതി വെക്കുക. ഈ ടേംസ് ഓർത്തിരിക്കുക എന്നേ ഉള്ളൂ. ഇത് തമ്മിലുള്ള കണക്ഷൻസ് ഓർത്തിരിക്കുക. ഹോമിന്റെ കൂടെ നെയിം ഉള്ളത് കൊണ്ട് നെബുലയിലെ ആ ഒരു പൊട്ടൻഷ്യൽ പെർഫെക്റ്റ് ആക്കി എത്താൻ കഴിഞ്ഞു. ഇനി ഇതെല്ലാം ഉണ്ട്, ബട്ട് സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ആകാനും പറ്റണം. അതിനും നമ്മളെ ഈ എനർജി സോഴ്സസ് സഹായിക്കും പൊരുത്തപ്പെട്ട് പോകാനായിട്ട്. അപ്പൊ മനുഷ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പല രീതിയിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ്, ഇൻബോൺ പാറ്റേൺസുമായിട്ട് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചിട്ടില്ല. അത് അവനിൽ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. പക്ഷെ ഇവന്റെ ഉള്ളിൽ ഈ എനർജി ഉണ്ട്, ഹോം ഉണ്ട്, നീം ഉണ്ട്, നെബുലയുണ്ട്. ആ ഒരു എനർജി ഉണ്ട്. അതാണ് അവനെ ഓരോ കാര്യങ്ങൾ, അവന്റെ സ്വന്തമായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ്. അതായത് ഓരോ ആളുകൾക്കും ഓരോ സ്വഭാവ വിശേഷങ്ങളാണ് അല്ലേ? അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതാ. അത് ജനിക്കുമ്പോഴേ അങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങളല്ല. നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളില് പല ട്രേറ്റ്സും, പേഴ്സണൽ ട്രേറ്റ്സും, സ്വഭാവ വിശേഷങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അതായത് നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റ്, അനിമൽസിന് ഇൻസ്റ്റിങ്ക്റ്റ് ജനിക്കുമ്പോഴേ ഉണ്ട്. നമ്മൾ പഠിച്ചു സെൽഫ് കൺസ്ട്രക്ഷനിൽ. ഹ്യൂമൻ ബേബീസിനെ പോലെയല്ല അനിമൽ ബേബീസ്. അവരുടെ സൈക്കിക് പാറ്റേൺ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുക. നടക്കാനും ഓടാനും ഭക്ഷണം തന്നെ കഴിക്കാനും അങ്ങനെ ചാടാനും എല്ലാം അവർക്ക് പെട്ടെന്ന് പറ്റുന്നു. പക്ഷെ നമുക്ക് കുറെ സമയമെടുക്കും ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് വരാനായിട്ട്. അതുകൊണ്ടാണ് മാൻ ഈസ് നോട്ട് ബോൺ വിത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. മാൻ ഇങ്ങനെ ഇത് ഇൻസ്റ്റിങ് ആയിട്ട് ജനിച്ചതല്ല. നമ്മൾ പറയില്ലേ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോ കുട്ടികളെ എന്നല്ല, ഇത് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചില കമന്റ് പറയില്ലേ, ഞാൻ ജനിച്ചപ്പോഴേ ഇത് അറിഞ്ഞിട്ടല്ല വന്നെന്നുള്ളത്. അത് കറക്റ്റാണ്, ആ വാക്ക് കറക്റ്റാ. മാൻ ഈസ് നോൺ ബോൺ വിത്ത് ഇൻസ്റ്റിങ്ക്റ്റ്. ജനിക്കുമ്പോഴേ ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്നതല്ല. അവന്റെ ഉള്ളിലുള്ള ഈ എനർജി സോഴ്സസ് ആണ് അവനെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്ത് വരുക പിന്നീട്. ഓക്കെ, ഇതെല്ലാം ഉള്ളിലുണ്ട്. ഹോം ഉണ്ട്, നീം ഉണ്ട്, നെബുലയുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് വരുവാണ് കാലങ്ങളോളം. ചുറ്റുപാടുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പിന്നെ മാൻ ഈസ് ബോൺ ഫ്രീ ആയിട്ടാണ് ജനിക്കുന്നത്. അവന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇവനിലെ പല പൊട്ടൻഷ്യലും ജനറേറ്റ് ആവുന്നത്. അവന്റെ ഓൺ ഇൻസ്റ്റിങ്ക്റ്റ്, അവന്റെ ഓരോ പാറ്റേൺസും ജനറേറ്റ് ആവുന്നത്. ഓക്കെ, അങ്ങനെ ജീവിതത്തിലെ ഓരോരോ സ്റ്റേജസ് കടക്കുമ്പോൾ ഇവനിലെ ഇൻസ്റ്റിങ്ക്റ്റിന് പല പല മാറ്റങ്ങൾ വരുന്നു, പൊരുത്തപ്പെടുന്നു. ഇനി ചൈൽഡ്ഹുഡില് ഈ ഒരു രീതിയിൽ എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോയില്ലെങ്കിൽ ആ അഡൾട്ടിന് ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. ചൈൽഡ്ഹുഡിൽ തുടങ്ങിയ ഈ അഡാപ്റ്റേഷൻ നടക്കുവാണെങ്കിൽ അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോഴേക്കും വളരെ പവർഫുൾ ഫോഴ്സ് ആയിരിക്കും ഈ ഒരു അഡൾട്ടിന്. അഡാപ്റ്റേഷൻ നല്ല രീതിയിൽ തന്നെ നടക്കും. ബട്ട് ചൈൽഡ്ഹുഡിലെ അഡാപ്റ്റേഷൻ റോങ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, ഈ പ്രത്യേകിച്ച് റിലീജിയസ് കാര്യങ്ങളില് നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ അവർക്ക് എന്താ റിലീജിയൻ എന്ന് പോലും അവർക്ക് അറിയില്ല. ബട്ട് അവർ വളരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ഈ റിലീജിയസ് ബിലീഫ് അവരുടെ ട്രഡീഷൻ കിട്ടുന്ന രീതികൾ റോങ് ആവുമ്പോഴാണ് ഈ വർഗീയവാദികൾ എന്നൊക്കെ പറയില്ലേ, മതത്തിന്റെ പേരിൽ ഒത്തിരി വഴക്കുകൾ നമ്മളുടെ നാട്ടില് പല ഭാഗത്ത് നടന്നിട്ടുണ്ട് അല്ലെ? മതത്തിന്റെ പേരിലും പിന്നെ വർണ്ണവിവേചനം, കളറിന്റെ പേരിൽ, അങ്ങനെ പല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ശരിയായ രീതിയിൽ ഇവരുടെ ഉള്ളിലേക്ക് ഇത് ചെന്നില്ലെങ്കിൽ, അതായത് പീസ്, ഹാർമണി, ലവ്, ബ്രദർഹുഡ്, സന്തോഷം, സമാധാനം, സ്നേഹം, സാഹോദര്യം എന്നുള്ളതാണ് എല്ലാ റിലീജിയന്റെയും ഉദ്ദേശം എന്നുള്ള രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളിൽ എത്തിയില്ലെങ്കിൽ
അവര് വലുതാവുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇവര് ഈ മതഭ്രാന്തന്മാരെന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ ഒരു വർഗീയവാദികളായിട്ടും മതത്തിന്റെ പേരിലുള്ള വഴക്കുകൾക്ക് കാരണമാകാനൊക്കെയുള്ള ഒരു സിറ്റിസൺ ആയിട്ട് ഇവര് മാറും. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ആ ഒരു അഡാപ്റ്റേഷൻ ഡെവലപ്മെന്റ് റോങ് ആണെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരും. അത് പൊളിറ്റിക്കൽ പരമായിട്ട് പല രാഷ്ട്രീയങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഒരു പക്ഷെ അവരുടെ ഒരു ആദർശങ്ങൾ ഉണ്ടാവുമല്ലോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഇങ്ങനെ. രാഷ്ട്രീയത്തിലാണെങ്കിലും ശത്രുക്കളും ഇല്ല മിത്രങ്ങളും ഇല്ല, ആ ഒരു രീതിയിൽ വേണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും റോങ് ആയിട്ടാണ് ഇവർക്ക് വരുന്നെങ്കിൽ ആ വ്യക്തി സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല, സൊസൈറ്റിക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റിസൺ ആയിട്ടായിരിക്കും വരുന്നത്. അഡാപ്റ്റേഷൻ റോങ് ആണെങ്കിൽ, അവൻ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ, അവൻ അബ്സോർബ് ചെയ്യുന്ന കാര്യങ്ങൾ റോങ് ആണെങ്കിൽ ഇത് സംഭവിക്കും. അങ്ങനെയുള്ള ആൾക്കാർ ആ ലോകത്ത് ജീവിക്കാൻ ഫിറ്റ് അല്ല എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഇതുപോലെ മാലഡപ്റ്റഡ് പീപ്പിൾ, നല്ല രീതിയിൽ അഡാപ്റ്റേഷൻ നടക്കാത്തത്, അതാണ് മാലഡപ്റ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ ആ ലോകത്ത് ജീവിക്കാൻ തന്നെ യോഗ്യരല്ല. അപ്പൊ ഇത് കുട്ടിക്കാലത്തെ അവർക്ക് കിട്ടുന്നത് ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി ഉണ്ടാകും. അത് വർക്കൗട്ട് ആവും ഒരു വലുതാകത്തോടും. കാരണം പഠിക്കാൻ പോകുമ്പോ, ജോലിക്ക് പോകുമ്പോ പല കൾച്ചർ, റിലീജിയസ് ബിലീഫ്, ട്രഡീഷൻ, പല പൊളിറ്റിക്സ് ഉള്ളവര് അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. ഇവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ ചെറുപ്പത്തിലെ അഡാപ്റ്റേഷൻ ശരിയായ രീതിയിൽ നടക്കണം. റോങ് ആണെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് മച്ച് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ കോൺഷ്യസ് അല്ലെ. നമ്മള് സബ് കോൺഷ്യസ് മൈൻഡിൽ പല കാര്യങ്ങൾ ഉള്ളതാണ്, പലപ്പോഴും നമ്മളെ കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യിക്കും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കോൺഷ്യസിനേക്കാളും. പണ്ടൊക്കെ സൈക്കോളജിസ്റ്റുകൾ വിചാരിച്ചിരുന്നത് കോൺഷ്യസ് മൈൻഡ് ആണ് ഇമ്പോർട്ടന്റ്, അതാണ് അവര്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിലെ പല കാര്യങ്ങളും നമ്മളെ പലതും ചെയ്യിപ്പിക്കും നമ്മൾ കോൺഷ്യസ് അല്ലാത്ത സമയത്ത്. അങ്ങനത്തെ പല മൂവീസും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു ട്രോമ, ആരെങ്കിലും ഒരു ഉപദ്രവിച്ചത്, അവർ ചിലപ്പോൾ അറിയാതെ അതിന്റെ ഒരു ഇമ്പൾസ്, ഒരു റിഫ്ലക്ഷൻ, ഒരു റിയാക്ഷൻ അവരുടെ ലൈഫിൽ ചിലപ്പോൾ വലുതാകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതാണ് പലപ്പോഴും ചില ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഹിപ്നോട്ടിക്സ് ചെയ്ത് നോക്കുന്നത്. കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് അറിയില്ല, ഓർമ്മയില്ല അതെന്താന്ന്. അവർ ആ കാര്യം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ചെയ്യുന്നത്. എത്രത്തോളം സയന്റിഫിക് ആണ് ഹിപ്നോട്ടിസ് എന്നറിയില്ല, എന്നാലും ഹിപ്നോട്ടിസ് ചെയ്ത് ഇവരുടെ മറവിയിലുള്ള കാര്യങ്ങള് ചികഞ്ഞെടുത്തിട്ട് അതിനെ വാച്ച് കളയുന്ന അങ്ങനെ എന്തൊക്കെയോ ടെക്നിക്സ് അവർ പറയുന്നേക്കാം. ബട്ട് അതത്ര റിസൾട്ട് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ സയന്റിഫിക് അല്ലാത്താലും എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാനറിയില്ല. പലപ്പോഴും ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പല കാര്യങ്ങളാണ് പലപ്പോഴും ആളുകളെ കൊണ്ട് പലരും ചെയ്യിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിലെ കാര്യം ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ ലേണിംഗ് പ്രോസസ് ഓരോരുത്തരും പല രീതിയിലാണല്ലേ. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്ന രീതി വ്യത്യാസമാണ് ഓരോ വ്യക്തി. അത് അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലേൺഡ് ഓർ കൾച്ചേർഡ്, അങ്ങനെ പല പഠിച്ചു, കാര്യങ്ങളെല്ലാം പഠിച്ചു, പക്ഷെ ഇത് ലൈഫിൽ ആ വ്യക്തി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഹെൽത്ത് അവയർനെസ് പഠിച്ചു, എനിക്ക് അതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും പറഞ്ഞു തരാൻ അറിയാം. ബട്ട് അത് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള ഞാൻ ഹെൽത്തി ആകുന്നത് അല്ലെ. അതേസമയം ഞാൻ പഠിക്കുക മാത്രമേ ഉണ്ടായുള്ളൂ, ആർക്കും പറഞ്ഞു കൊടുക്കും, ബട്ട് ഞാൻ അതൊന്നും എൻ്റെ ലൈഫിൽ പാലിക്കാതെ ഞാൻ അൺഹെൽത്തി ആയി മാറി എന്ന് പറഞ്ഞാൽ എൻ്റെ എഡ്യൂക്കേഷൻ അവിടെ ആകുന്നില്ല അല്ലെ. എൻ്റെ ലേണിംഗ് പ്രോസസ്സ് അവിടെ പകുതിക്ക് നടന്നു പോയി, ഞാനത് അപ്ലൈ ചെയ്തിട്ടില്ല. സോ അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരത് എങ്ങനെ എടുക്കണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പലരും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ അപ്പൊ മോണ്ടിസോറി മെത്തേഡ് അതാണ് ചെയ്യുന്നത്, അതിനെ അപ്ലൈ ചെയ്യുന്നു ലൈഫിലേക്ക്. അത് ത്രൂ ആക്ടിവിറ്റീസ് അത് അപ്ലൈ ചെയ്യുന്നു. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടാണ് അവിടെ ലേണിംഗ് നടക്കുന്നത്.
ഓരോ വ്യക്തിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയാണ് മോണ്ടിസോറി മെത്തേഡ് ചെയ്യുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ അവിടെ ശരിയായ രീതിയിൽ തന്നെ എല്ലാ ഫേസിങ്ങുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തു വരുന്നു. നെബുല എന്ന് പറയുന്നത് മനുഷ്യരിലെ ആ ഒരു പൊട്ടൻഷ്യാലിറ്റീസ് ആണ്, വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പൊട്ടൻഷ്യാലിറ്റീസ് ആളുകളിൽ മാറി മാറി വരുന്നു. നമുക്കൊക്കെ ജീനൊക്കെ ഉള്ളത് പോലെ തന്നെ ഈ ഒരു പൊട്ടൻഷ്യല് ആളുകളിൽ വ്യത്യാസമുണ്ട്. ശരിക്കും നമ്മളുടെ ആ ഒരു മെന്റൽ ഡെവലപ്മെന്റ്, നമ്മളുടെ സ്പിരിച്വൽ എംബ്രിയോ, സൈക്കിക് എംബ്രിയോ എന്നൊക്കെ പറയില്ലേ, ആഫ്റ്റർ ഡെത്ത് അതൊരു ഭ്രൂണാവസ്ഥയിലാണ്. അതിനെ ഡെവലപ്പ് ചെയ്യിക്കുക, നല്ല കറക്റ്റ് ഡയറക്ഷനിൽ തന്നെ ഡെവലപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ് നെബുല ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളാണെങ്കിലും അവിടെ നമുക്ക് പല പവർ, കാരണം പറയില്ലേ, ഇത് ചില ആളുകൾ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോ ഇതൊക്കെ എവിടെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു ഈ കഴിവെന്നൊക്കെ ചോദിക്കില്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് നെബുല സബ് കോൺഷ്യസ് ആയിട്ടുള്ള പവറിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുവാണ് ചെയ്യുന്നത്. സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ഉപബോധ മനസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലല്ലേ. ആ ബർത്ത് തുടങ്ങി 3 years വരെ നമുക്ക് ഏകദേശം ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരിക്കും. ബട്ട് വാട്ട് എവർ ഇറ്റ് ബി, ഈ അൺകോൺഷ്യസ് മെമ്മറി തന്നെയാണ് നമ്മുടെ കോൺഷ്യസ് മെമ്മറിയിലേക്കുള്ള ഒരു ഫൗണ്ടേഷൻ, ഒരു ചവിട്ടുപടി എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ പല എക്സ്പീരിയൻസസും വരുന്നു. അങ്ങനെയാണ് നമ്മൾ ഡെവലപ്മെന്റിലേക്ക് പോകുന്നത്, കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്. കോൺഷ്യസ് മൈൻഡിലേക്ക് തെളിക്കുന്ന ഒരു വെളിച്ചമാണ് ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡിലെ പല കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സബ് കോൺഷ്യസ് ശരിക്കും ഒരു ഫാക്ടറിയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയാന്നാ പറയുന്നത്. ലൈക്ക് നമ്മൾ അറിയുന്നില്ല, നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ ഈ ഇദ്ദേഹം ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുക, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. പലപ്പോഴും ചില ഡ്രീംസ് ഒക്കെ വരുന്നത് ഇപ്പോഴും ആളുകൾ അതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോഴും ഈ സംഭവം ഉണർന്നിരിക്കുക നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതാണ് ഹിപ്നോട്ടിക്സ് ചെയ്ത് ഉറക്കിയിട്ട് ഇദ്ദേഹത്തെ എണീപ്പിക്കുന്നത്. നമ്മൾ എണീറ്റിരിക്കുന്ന സമയത്ത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ സമയത്ത് നമ്മൾ കോൺഷ്യസ് ആ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോൺഷ്യസ് ആ. നമ്മളുടെ ഡെയിലി റൊട്ടീൻസ് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകുന്നു, പഠിക്കുന്നവർ പഠിക്കാൻ പോകുന്നു, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ കോൺഷ്യസ്, നമ്മൾ ഉറക്കത്തിലേക്കായി, നമ്മൾ റെസ്റ്റ് ആയി. ബട്ട് അപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി ആണെന്നാണ് പറയുന്നത്. നെവർ റെസ്റ്റിംഗ് ഓർ സ്ലീപ്പിംഗ്. ബട്ട് നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോഴേക്കും റെസ്റ്റ് ചെയ്യുവാണ്. സബ് കോൺഷ്യസ് അപ്പോ ആക്റ്റീവ് ആവുകയാണ്. അപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള എനർജി സോഴ്സിനെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല പറയുന്നത്, നമ്മൾ ഉറങ്ങണം എന്ന് പറയണം, നമുക്ക് റെസ്റ്റ് വേണം എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഇദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പല രീതിയിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇറ്റലിയിലെ നൈറ്റ് ബ്രിങ്സ് ഗുഡ് അഡ്വൈസ്. നല്ലപോലെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മൾ നല്ല ഫ്രഷ് ആയിരിക്കും അല്ലെ, നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് നൈറ്റ് ബ്രിങ്സ് ഗുഡ് അഡ്വൈസ്. ഇംഗ്ലീഷിൽ സ്ലീപ്പ് ഓൺ ഇറ്റ്. ഇതെല്ലാം ഇതിന് പറയുന്ന ഒരു എക്സാമ്പിൾസ് ആണ്. പിന്നെ എൻഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുവാണ്. നമ്മൾ എന്താണ് പഠിച്ചത് അത് വെച്ചിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണം, അതാണ് എൻഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾ പഠിച്ചതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചില്ലേ, അതാണ് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്. ഡിഫറെന്റ് ഇൻ ഫിസിക്കൽ ട്രീറ്റ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, അതായത് ഫിസിക്കലി ഉള്ള ഡിഫറൻസ് എന്താണ് ഹ്യൂമൻസിൽ? ഫിസിക്കലി എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? അതെ, അത് തന്നെ നമുക്കറിയാം. ഇപ്പം കേരളത്തിലുള്ളവരും മണിപ്പൂരിലുള്ളവരും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ആ കണ്ണിന്റെ ഷേപ്പ്, കണ്ണിന്റെ കളറ്, ഫോറിനേഴ്സിനും നീലക്കണ്ണുകളുള്ളവരുണ്ട്, അങ്ങനെ പലതും. മുടിയുടെ വ്യത്യാസം, പിന്നെ കൈയുടെയും കാലിന്റെയും ഒക്കെ നീളം, അതൊക്കെ വ്യത്യാസമുണ്ട്. ഷേപ്പ് ഓഫ് മൗത്ത് ആൻഡ് നോസ്, അങ്ങനെ പല രീതിയിലും നമുക്ക് ഫിസിക്കൽ വ്യത്യാസങ്ങളുണ്ട്. ഇനി മെന്റൽ ഡിഫറൻസസ്. ക്രിയേറ്റീവ് എബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ചിലര് എഴുതും നല്ലപോലെ, ചിലര് നല്ലതുപോലെ വരയ്ക്കും
അല്ലെ? ചിലർക്ക് തുന്നാൻ, സ്റ്റിച്ചിങ്, കൈകൊണ്ടുള്ള ഭയങ്കര ഹാൻഡ് എംബ്രോയിഡറി, അങ്ങനെ പല പല രീതിയിലുള്ള എബിലിറ്റീസ് ആയിരിക്കും പലർക്കുള്ളത്, കപ്പാസിറ്റീസ് ആയിരിക്കും. ഓക്കെ, തിങ്കിങ് പവർ ആയിരിക്കും, പിന്നെ ഇമാജിനേഷൻ അതും ഡിഫറെന്റ് ആയിരിക്കും, നമ്മുടെ ക്രിയേറ്റിവിറ്റി ഡിഫറെന്റ് ആയിരിക്കും, കോൺസെൻട്രേഷൻ ലെവൽ ഡിഫറെന്റ് ആയിരിക്കും, IQ ഡിഫറെന്റ് ആയിരിക്കും. അതിൽ മെന്റൽ ഡിഫറൻസസിൽ IQ ഡിഫറൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനോട് അത്ര യോജിപ്പില്ല, കാരണം അത് നമ്മൾ അത്ര കാര്യമാക്കണ്ട. പല ആളുകളിലും പല രീതിയിലുള്ള IQ ആണ്. അപ്പോൾ IQ ഡിഫറൻസ് അനുസരിച്ച് ഇഡിയറ്റ് അങ്ങനെയൊക്കെ പറയുന്നൊക്കെ പറഞ്ഞാണ് സെന്റൻസ്. ഐ വുഡ് ലൈക്ക് ടു റീഡ് ദാറ്റ് സെന്റൻസ് ഓൾസോ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെയും ഇന്റലക്ച്വൽ ലെവൽസ് വ്യത്യാസമാണ്. ഒന്നിനും കൊള്ളാത്ത എന്നൊക്കെയുള്ള മീനിങ് ഒക്കെ വരുന്ന വേർഡുകളാണ് അതിനകത്ത് വരുന്നത്. അത് നമുക്ക് വേണ്ട. പിന്നെ നമ്മളുടെ മോട്ടർ എബിലിറ്റി, നമ്മുടെ മൂവ്മെന്റ്, ബോഡിയുടെ മൂവ്മെന്റ് ഡിഫറൻസ് ആണ്. ചില ആളുകൾ ഡാൻസ് ചെയ്യുന്ന ഭയങ്കര ഭംഗിയ, ശോഭന, അതേപോലുള്ള മൂവ്മെന്റ് വേറൊരാൾക്ക് ഉണ്ടാവാൻ ചാൻസസ് കുറവാണ്. ചിലരുടെ ഭയങ്കര ഗ്രേസ് ആയിരിക്കും. ഒരു ഗ്രൂപ്പിൽ ഡാൻസ് ചെയ്യുന്നതിൽ ചിലരെ നമ്മൾ കണ്ണ് എടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും, അത്ര അവരുടെ മൂവ്മെന്റ് അത്ര ഭംഗി, അല്ലെ? അതാണ് ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി. ചിലർക്ക് ഭയങ്കര ഓട്ടക്കാരായിരിക്കും, അല്ലെ? ഫസ്റ്റ് എത്തുന്നു. ഓക്കെ, അപ്പൊ അതാണ് അവരുടെ സ്പീഡ് ഓഫ് ആക്ഷൻ, ആ ഒരു റേറ്റ്, അവർ യൂസ് ചെയ്യുന്നവരുടെ മസിൽസിന്റെ മൂവ്മെന്റിന്റെ റേറ്റ്. പിന്നെ ക്ഷീണം, ചിലർ പെട്ടെന്ന് ക്ഷീണിക്കും. ഇപ്പോ 2 കിലോമീറ്റർ നടക്കുമ്പോഴേക്കും ചിലർ ക്ഷീണിക്കും, ചിലർ ക്ഷീണിക്കില്ല. അപ്പോഴും അതായത് നമ്മൾ ആ റെസിസ്റ്റൻസ്, നമ്മുടെ ക്ഷീണത്തിനോടുള്ള റെസിസ്റ്റൻസ് ടു ഫാറ്റ്. പിന്നെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും, അതിന്റെ ടേസ്റ്റസും. ചിലർക്ക് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും. ചിലര് ബുക്സ്, ചിലർക്ക് ഇഷ്ടം കഥകൾ വായിക്കാനായിരിക്കും, ചിലർക്ക് കവിതകൾ വായിക്കാനായിരിക്കും, ചിലർക്ക് ഡോക്യുമെന്ററി പോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്ടം. അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റും ഇൻട്രസ്റ്റും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ചില ആളുകൾക്ക് ആളുകളെ കാണാനും അവരുമായിട്ട് സംസാരിക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടമായിരിക്കും. ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇഷ്ടമായിരിക്കും. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റയ്ക്കിരുന്ന് ചെയ്യാനുള്ള അങ്ങനെ താല്പര്യമുള്ളവരായിരിക്കും. ലോൺലിനെസ്സിന് ഹാപ്പിനെസ് കണ്ടെത്തുന്നവരാണ്. അവർ സോഷ്യൽ ഗ്യാതറിങ്സ് ഒക്കെ കുറച്ച് കുറയ്ക്കും. അതിന്റെ മീനിങ് അവർ ഇൻട്രോവേർട്ട് ആണെന്നല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു മോഡറേറ്റ് ആണ്. അവർ രണ്ടും എൻജോയ് ചെയ്യുന്നവരുണ്ടാവും. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ. ഞാനൊരു പാർട്ടി സ്പോയിലർ അല്ല. ഗ്രൂപ്പും എനിക്ക് ഇഷ്ടമാണ്, ഒറ്റയ്ക്കും ഇഷ്ടമാണ്. അങ്ങനെ ഡിഫറെന്റ് രീതിയിലായിരിക്കും ഓരോ ആളുകളുടെ കാര്യങ്ങള്. ചിലര് ഭയങ്കരമായിട്ട് മ്യൂസിക്കിലായിരിക്കും ഇൻട്രസ്റ്റ്, ആർട്ടിസ്റ്റിക് കാര്യങ്ങളിലായിരിക്കും അവർക്ക് അഭിരുചി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആപ്റ്റിറ്റ്യൂഡ്. ചിലർക്ക് പക്ഷെ ഇങ്ങനെ സബ്ജക്ട് റിലേറ്റഡ് കാര്യങ്ങളോടായിരിക്കും താല്പര്യം. അത് കുട്ടികളിൽ വരും. പക്ഷെ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, അവരെ ഫോഴ്സ്ഫുള്ളി അവർക്ക് ഇഷ്ടമില്ലാത്തതിലേക്ക് തിരിച്ചുവിടുമ്പോഴാണ് പലപ്പോഴും അവരിൽ പ്രശ്നങ്ങൾ വരുന്നത്. ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡ്സ്, പിന്നെ ആറ്റിറ്റ്യൂഡ്, സ്വഭാവത്തിലെ വ്യത്യാസം, ഒപ്പീനിയൻസ്, ഐഡിയാസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഡിഫറെന്റ് പീപ്പിൾ, ഗ്രൂപ്പ്സ്, ഒബ്ജക്ട്സ്. ഇപ്പൊ പൊളിറ്റിക്സ്, ഇപ്പൊ എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പൊളിറ്റിക്സുമായിട്ട്, റിലീജിയസ് അങ്ങനെയുള്ള കാര്യങ്ങളോട്. നെക്സ്റ്റ് ഇമോഷണൽ ഡിഫറൻസസ്, അല്ലെ? നമുക്ക് പല രീതിയിലുള്ള ഇമോഷണൽ ഡിഫറൻസസ് ഉണ്ട്. പോസിറ്റീവ് ഇമോഷൻസ് ഏറ്റവും നന്നായി അത് കാണിക്കാനായിട്ട് നോക്കുക. ലവ്, അഫെക്ഷൻ, കെയർ, കമ്പാഷൻ, അമ്യൂസ്മെന്റ്, ഇതെല്ലാം പോസിറ്റീവ് ഇമോഷൻസിൽ വരുന്നു. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഭയങ്കര പവർഫുൾ ആകാറുണ്ട്. അതായത് ദേഷ്യം, ആങ്കർ, ഷൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരില്ലേ നെഗറ്റീവ് ഇമോഷൻസ്. പിന്നെ ചിലർ ഇമോഷണലി സ്റ്റേബിൾ ആണ്. ദേഷ്യം വന്നാലും അവർക്കത് കൺട്രോൾ ചെയ്യാനും അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാനും റിലാക്സ് ചെയ്യാനും ഒക്കെ അവർക്ക് പറ്റും. ചിലര് പക്ഷേ അൺസ്റ്റേബിൾ ആണ്, ചൈൽഡിഷ് കുട്ടികളെ പോലെ ആ ഒരു രീതിയിൽ അങ്ങനെ കാണിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മളുടെ മോണ്ടിസോറി ടേംസിൽ വരുന്നത്. നിങ്ങളിത് വായിക്കൂ. കാരണം നിങ്ങൾക്ക് സ്റ്റഡി ലീവ്സ് തരേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇതിലെ മെയിൻ വേർഡ്സ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ, ദെൻ ഹോം, നീം, നെബുലെ, ഇത് മൂന്നും കൂടെ കണക്ട് ചെയ്യുക. ഹോം മീൻസ് ദാറ്റ് എനർജി, വൈറ്റൽ എനർജി. ആ വൈറ്റൽ എനർജി സമയത്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഓർമ്മ വേണം, ദാറ്റ് ഇസ് നീം. അങ്ങനെ വന്ന് നമ്മളുടെ കറക്റ്റ് പൊട്ടൻഷ്യലിലേക്ക് നമ്മളെ എത്തുന്നതാണ്. ആ പൊട്ടൻഷ്യലാണ് നെബുലി എന്ന് പറയുന്നത്. ഇത് മൂന്നുമുള്ള കണക്ഷൻ അതാണ്. പിന്നെയുള്ളത് നമ്മളുടെ ഡെവലപ്മെന്റ്. ഓൾറെഡി നമ്മൾ പാർട്ട് 2 ഡെവലപ്മെന്റ് നല്ല ഡീപ്പായിട്ട് പഠിച്ചു. പിന്നെ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ നമ്മൾ പറഞ്ഞത് ഡിഫറൻസസ് ആയിരുന്നു. നിങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞിട്ട്
ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസും മെന്റൽ ആയിട്ടുള്ള ഡിഫറൻസും നമ്മൾ കാണിക്കുന്ന നമ്മൾക്ക് ഉണ്ടാകുന്ന ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ അഭിരുചി ഏതിലാണോ നമുക്ക് താല്പര്യം കൂടുതൽ, പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ് ആകാം, ഗ്രൂപ്പിനോടുള്ളതാകാം, ചില പൊളിറ്റിക്സ് കാര്യങ്ങളോടുള്ളതാകാം, ചില റിലീജിയസ് കാര്യങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. പലർക്കും പല രീതിയിലുള്ള നമുക്ക് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ബട്ട് ദാറ്റ് മീൻസ് അത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാകരുത് എന്നുള്ളതേ ഉള്ളൂ. അഡാപ്റ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഷ്ടത്തോടുകൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് തന്നെയാവണം അഡാപ്റ്റേഷൻ. ഫ്രസ്ട്രേഷനോടുകൂടി ആരെങ്കിലൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് പേടിപ്പിച്ചുള്ള രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ് ആവരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലതുപോലെയൊക്കെ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ട്രയാങ്കിൾ വരച്ച് പലതരത്തിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞില്ലേ മാം? അത് നമ്മൾ പിക്ചർ വരയ്ക്കല്ലോ, കട്ട് ചെയ്തെടുക്കല്ലേ? കട്ട് ചെയ്തെടുക്കുക. അല്ല, ഞങ്ങളെ ഗ്രൂപ്പിൽ ഒരു ചർച്ച വന്നപ്പോഴേ ഒരാൾ വരച്ചേക്കണു, ഒരാൾ കട്ട് ചെയ്തേക്കണു. അപ്പൊ ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ അത് കളർഫുൾ ആയിട്ട് ഇച്ചിരി കട്ടി, പേപ്പർ ആയിട്ട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്ത് അത് കീറി പോകൂലേ പെട്ടെന്ന്. അപ്പൊ നമ്മൾ നല്ല കളർഫുൾ, ഒന്നുമില്ലെങ്കിൽ കാർഡ് ബോർഡിൽ അത് വരച്ച് ആ ഷേപ്പിൽ കട്ട് ചെയ്യുക, എന്നിട്ട് കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്യുക. അങ്ങനെ ചെയ്യാം. ഓക്കെ മാം. താങ്ക് യു. Thank you, ma'am. ഓക്കെ, ബൈ. Thank you, ma'am. 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 കഴിഞ്ഞോ മാം? നമ്മുടെ തിയറി ക്ലാസ് കഴിഞ്ഞോ? യെസ്, തിയറി ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. ഇതിനിടയ്ക്ക് ഞാൻ ഒന്നുകൂടെ വരും. പ്രാക്ടിക്കലിന്റെ ആ ഡെമോൺസ്ട്രേഷൻ ഭാഗങ്ങളൊക്കെ വായിക്കാൻ, അതിന്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അത് പറയാനായിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു ക്ലാസ്സിൽ കയറും. Thank you, ma'am.